ഹലോ വെൽക്കംസ് ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിലേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനൊക്കെ റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഫസ്റ്റ് സെക്ഷൻ ഒരു പാസേജ് അല്ലെങ്കിൽ കുറച്ച് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് തന്നെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പുറമേ ഉള്ള ഒരു പാസേജ് തന്നിട്ട് അന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറയും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഭാഗമാണ് കേട്ടോ. പാസേജ് ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസർ പറയാം. ഹു ആർ ദ ആർട്ടിസ്റ്റ് റെഫേർഡ് ടു ഇൻ ദ പാസേജ്? ഈ പാസേജിൽ പറഞ്ഞിരിക്കുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ, ആ ആർട്ടിസ്റ്റ് ആരൊക്കെയാണ്? നമുക്കറിയാം സ്യൂം ജോആനയാണ്. ജോ എന്നാണ് ഇതിലവിടെ പറയുന്നത് കേട്ടോ, ജോആനേനെ. വേർ ഡു ദ ആർട്ടിസ്റ്റ് ബിലോങ് ടു? എവിടെയാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഉള്ളത്? എവിടെയാണ് അവർ താമസിക്കുന്നത്? കാലിഫോർണിയയിലാണ്. അപ്പോൾ നമ്മളതൊരു ലൈനാക്കി എഴുതുക, ദ ആർട്ടിസ്റ്റ് ബിലോങ് ടു കാലിഫോർണിയ. ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആൻസറിലേക്കുള്ള ലൈൻ കണ്ടുപിടിച്ച് പിന്നെ ലാസ്റ്റ് ആൻസർ ഒന്ന് ജസ്റ്റ് അവിടെ ജോയിൻ ചെയ്യിപ്പിക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജോആന ആൻഡ് സ്യൂ കം ടു ന്യൂയോർക്ക്? എന്തിനാണ് അവർ ന്യൂയോർക്ക് വന്നത്? തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂയോർക്ക് ടു മേക്ക് ദെയർ ലിവിങ്. അവർക്ക് എന്തിനാണ്? അത് നമുക്കൊരു ലൈനായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ജോആന ആൻഡ് സ്യൂ കെയിം ടു ന്യൂയോർക്ക് ഫോർ ദെയർ ലിവിങ്സ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ. ഹൗ ഡിഡ് ജോൺസി റിയാക്ട് വെൻ ഷീ വാസ് അഫക്റ്റഡ് ബൈ ന്യൂമോണിയ? എങ്ങനെയാണ് ജോൺസി റിയാക്ട് ചെയ്തത് അവൾക്ക് ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ? He touched Johnsy and she lay, scarcely moving, on her painted iron bed, looking through the small window at the blank wall of the opposite building. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഷോക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ കിടക്കും. കിടന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് എവിടേക്കെങ്കിലൊക്കെ നോക്കിയെടുക്കും. അത്രയല്ല, അത് തന്നെയാണ് അവളും ചെയ്തത്. ആ ബെഡും ഇങ്ങനെ കിടന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ തലോടി. കാരണം അവൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. ഫിഫ്ത്ത് വൺ, വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് നോട്ട് ലോങ് എഗോ? അധിക കാലമായിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു വാക്ക്, അതാണ് റീസെൻ്റ്ലി. അവിടെ അഞ്ചാമത്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ആ പാസേജ് നന്നായി ഒന്ന് വായിക്കുക, ക്വസ്റ്റ്യൻ നന്നായി ഒന്ന് വായിക്കുക, എന്താണ് ആ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇംഗ്ലീഷ് ടഫാന്ന് കുറേ പേര് പറയുന്നത് കേട്ടു. ടഫായതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. ഓക്കെ. എല്ലാവരും ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഗ്രാമറൊക്കെ ഫിക്സ് ചെയ്തിട്ട് എഴുതുന്ന ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും അതിൽ എന്ത് വരാം? കറക്ഷൻസ് വരാം. സോ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 6 തൊട്ട് 9th വരെയാണ്. നമുക്കൊരു പാരഗ്രാഫ് അല്ല, നമ്മുടെ പോയം തന്നിട്ടുണ്ട്, സോങ് ഓഫ് എ ഡ്രീം. നമുക്ക് പഠിക്കാനുള്ള പോയാണ്. ഇതിൻ്റെ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട? ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് റെഫർ ചെയ്ത് പോവാം. ഓക്കെ. ഹു ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? അപ്പോൾ ഈ സ്പീക്കർ ഇൻ ദ പോയം എന്ന് പറയുമ്പോൾ ഇത് ആരാ എഴുതിയത്? അല്ലെങ്കിൽ ഒരു പോയറ്റാണോ പോയറ്റസ് ആണോ, ഒരു പെണ്ണാണോ ഒരു ആണാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്യണം. ഏറ്റവും നല്ലത് എന്താ? എല്ലാ ചാപ്റ്റർ പഠിക്കുമ്പോഴും അത് ആരാണ് അതിൻ്റെ റൈറ്റർ എന്നുള്ളത് നിങ്ങൾ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന് സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതറിയണം. സോങ് ഓഫ് എ ഡ്രീം എഴുതിയത് സരോജിനി നായിഡു ആണ്. ദ പോയറ്റസ് എന്നാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം. 7th question, learn in the light of that magical grove. What is the magical grove referred to the line? നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ആ ഒരു അപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററൊക്കെ ഒന്ന് നോക്കി പോവുക. അപ്പോൾ മാജിക്കൽ ഗ്രോവ് എന്ന് പറയുന്നത് എന്താണ്? മദർ ലാൻഡ്. നമ്മൾ പറയില്ലേ, നമ്മുടെ നാറ്റീവ് ലാൻഡ്, നമ്മൾ ജനിച്ച സ്ഥലം, അതിനെയാണ് ഇവിടെ മാജിക്കൽ ഗ്രോവ് എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 സ്പിരിറ്റ് റെഫേർഡ് ടു ഹിയർ ബൈ ദ പോയറ്റ്? ഏതാണ് ആ 3 സ്പിരിറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്? അത് എന്തിനെയാണ് പറയുന്നത്? ലവ്, ട്രൂത്ത് ആൻഡ് പീസ്. സ്നേഹം, അതുപോലെ തന്നെ സത്യസന്ധത, അല്ലെങ്കിൽ എന്താ സത്യമായ വാക്കുകൾ, പീസ് സമാധാനം, ശാന്തി. ഇതാണ് 3 സ്പിരിറ്റ് എന്ന് പറയുന്നത്. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ ഫ്രം ദ ഗിവൻ ലൈൻ. അലിട്രേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈമിംഗ് വേർഡ്, അലിട്രേഷൻ, ഇത് രണ്ടും ഒരുപോലെയാണ്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ സെയിം ആവുക. റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ അവസാനം ഒരുപോലെ വരിക. ഇപ്പം നമ്മൾ ലാൻഡ്, ബാൻഡ്, അത് അവസാനം ആൻഡ് എന്നുള്ള പ്രൊണൗൺസിയേഷൻ അല്ല വരുന്നത്, അത് റൈമിംഗ് വേർഡ്. ഇപ്പം നമ്മൾ പറയാണ് സ്റ്റാർ, സ്റ്റെയർ, അതെങ്ങനെയാണ്? അവസാനം വരുന്നുണ്ട്, ആദ്യം വരുന്നുണ്ട്. അപ്പോൾ അവസാനം വരുന്നത് നോക്കണ്ട. സ്റ്റാർ എന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണില്ലേ? അപ്പോൾ സ്റ്റാർട്ടിങ് ഒരുപോലെ വരുമ്പോൾ അലിട്രേഷൻ. ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗ്യാദർ, ഗ്ലീം. അപ്പോൾ അവിടെ എൻഡിങ് സെയിം അല്ല. അപ്പോൾ ഇത് റൈമിംഗ് വേർഡ് അല്ല, അലിട്രേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഗ്യാദർ, ഗ്ലീം രണ്ടും ജി എന്നുള്ളൊരു പ്രൊണൗൺസിയേഷനിൽ ഗേ
എന്നുള്ള പ്രൊണൗൺസിയേഷനിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ലോൺ ലൈറ്റ്, രണ്ടും ലാ എന്നുള്ള പ്രൊണൗൺസിയേഷനിൽ വരുന്നു. സ്റ്റാർ സ്പിരിറ്റ്, ലോങ്ങിങ് ലോ, കണ്ടില്ലേ, ഇതാണ് എലിട്രേഷൻ. റൈമിംഗ് വേർഡ് നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും അവസാനം ഒരുപോലെ വരുന്നതാണ് എന്ത് റൈമിംഗ് വേർഡ് എന്ന് പറയുന്നത്. Question number 10. Read the following line from A Prayer in Spring and prepare a note of appreciation. അപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് ഇതിൻ്റെ ഒരു അപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്, ഒരു സമ്മറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ പ്രയർ ഇൻ സ്പ്രിംഗ് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് എഴുതാലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അപ്രിസിയേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ആരാണ് അത് എഴുതിയത് എന്നുള്ളത് ഫസ്റ്റ് ലൈനിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യുക, ഈ ഒരു പ്രയർ ഇൻ സ്പ്രിംഗ് അല്ലെങ്കിൽ പ്രയർ ഇൻ സ്പ്രിംഗ് ഇസ് റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ദ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ഹാസ് ട്രീറ്റഡ് നേച്ചർ ഇൻ ആൻ എക്സ്യൂസ്റ്റിക് വേ ഇൻ ഹിസ് ഫൈൻ പോയം. എക്സ്യൂസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭക്തിയായിട്ട്, ഒരു എന്താ പറയുക, നേച്ചറിനെ ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. എ പ്രയർ ഇൻ സ്പ്രിംഗ്, എന്താണ് പോയത്തിൻ്റെ പേര്, എ പ്രയർ ഇൻ സ്പ്രിംഗ്. ഇറ്റ് ഈസ് സ്പ്രിംഗ് ടൈം, അതെന്താണ്, ഒരു വസന്തകാലമാണ്, സ്പ്രിംഗ് ടൈമാണ്. ദ ഡയർ ഫ്ലവേഴ്സ് എവരിവർ, എവിടെ നോക്കിയാലും ഫ്ലവേഴ്സാണ്. ദർ ഇസ് എ ബ്യൂട്ടിഫുൾ വൈറ്റ് ഓർച്ചാഡ്, അവിടെ എന്തുണ്ട്, ഒരു വൈറ്റ് ഓർച്ചാഡ് ഉണ്ട്. ദർ ആർ മെനി ഫൈൻ ലുക്കിംഗ് ട്രീസ് ഇൻ ഇറ്റ്, അതിലെന്തുണ്ട്, ആ ഒരു ഗാർഡനിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള മനോഹരമായ മരങ്ങളുണ്ട്. ദ ബീസ് ആർ സ്വാമിങ് അബൌട്ട് ദം ആസ് ഇഫ് ദേ ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ് ഇൻ ജോയ്. അവിടെ നിറച്ചും ബീസ് എന്ത് ചെയ്യുന്നുണ്ട്, തേനീച്ചകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മരത്തിന് ചുറ്റും ഇങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഡാൻസ് ചെയ്ത് പാട്ടുപാടി നടക്കുന്നുണ്ട്. എ ബേർഡ് ഈസ് ഫ്ലൈയിങ് അബൌട്ട് ചിയർപ്പിംഗ് മെലഡിയസ്ലി ആസ് ഇഫ് ഷീ ഈസ് സിംഗിങ് എ ലുലബി. ഒരു താരാട്ട് പാട്ട് പാടുന്നത് പോലെ ഒരു ബേർഡ് അവിടെ ഇങ്ങനെ ചീർപ്പിംഗ് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നുണ്ട്. ദർ ആർ ബ്ലോസംസ് ആർ അറൗണ്ട്, എല്ലായിടത്തും എന്താ ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുക. God in his divine love has made nature so beautiful that we can enjoy its beauty to our heart's content. ദൈവം അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി നിറഞ്ഞ ഈ ഒരു പ്രകൃതിയെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു മനോഹാരിത നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും. We can enjoy its beauty to our heart's content. And the first stanza, the poet says that we should enjoy the pleasure of today without worrying about what will happen in the future. പിന്നെ എന്തൊക്കെ ഈ പോയത്തിൽ പറയുന്നത്, അവിടെ നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് സന്തോഷമായി ജീവിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ സ്പ്രിംഗ്, ഇതെന്താണ്, വസന്തകാലത്തിൻ്റെ തുടക്കമാണ്. ഇറ്റ് ഈസ് ദ ടൈം ടു പ്ലാന്റ് ആൻഡ് ടെൻഡ് ദ സീഡ്ലിംഗ്. ഇപ്പോൾ വിത്തുകളൊക്കെ വിതച്ച് പുതിയ പുതിയ മരങ്ങൾ ഉണ്ടാവാൻ, പുതിയ പുതിയ ചെടികൾ ഉണ്ടാവാൻ നോക്കുന്ന സമയമാണ്. വി ഷുഡ് ബി ഹാപ്പി അറ്റ് വാട്ട് വി ആർ ഡൂയിങ് നൗ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമ്മുടെ പ്രവൃത്തിയെ കൂടിയാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഇപ്പം നിങ്ങൾ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് എക്സാമൊക്കെ ആവുമ്പോൾ എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിച്ചാൽ മതി. വെറുതെ കുറേ ടെൻഷൻ അടിച്ചിരുന്നിട്ട് നമ്മൾ സമയം കളഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. സോ ഉള്ള സമയം നമ്മൾ എങ്ങനെ വേണം, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ചെടികളെയൊക്കെ നിങ്ങൾ ആസ്വദിച്ച് നല്ല രീതിയിൽ ചെടികൾ വെക്കേണ്ട സമയം വെച്ചാൽ ആ സമയത്ത് ചെടികൾ വെക്കുക, പൂക്കളുണ്ടാവട്ടെ, വലിയ വലിയ മരങ്ങളാവട്ടെ, അതിനെക്കുറിച്ച് ആലോചിക്കുക. ആൻഡ് നോട്ട് വറി അബൌട്ട് ദ ഹാർവസ്റ്റ് ദാറ്റ് വിൽ കം മന്ത് ലേറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ചെടികൾ വെക്കുമ്പോൾ ഇവർ നമുക്ക് നല്ല ലാഭം തെറ്റുമോ, അല്ലെങ്കിൽ നല്ലൊരു പൂക്കൾ ഉണ്ടാവുമോ, ഫലങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ വെക്കലുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മരങ്ങൾ വെക്കുക അല്ലെങ്കിൽ ചെടികൾ വെക്കുക, അതിനുശേഷം ഹാർവസ്റ്റിനെ പറ്റി ആലോചിക്കാം. These lines remind me of the famous poet Omenkam who wrote, "Dead yesterday, unborn tomorrow. Why fret about them? It today be sweet." ഇവിടെ പറയുന്നത് എന്താ, ഇന്നലകൾ മരിച്ചു, നാളകൾ ഇനിയും ജനിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു പോയറ്റ് ചോദിച്ച കാര്യമാണ്. ഓക്കെ, ഒമർ ഖയാം എന്ന് പറഞ്ഞ ഒരു പോയിറ്റ്. യെസ്, വി ഷുഡ് ലേൺ ടു എൻജോയ് ദ പ്രസൻറ്റ് വിതൗട്ട് ബോദറിങ് ടു മച്ച് അബൌട്ട് ദ അൺബോൺ ടുമോറോ. ഇനിയും ജനിക്കാത്ത നാളുകളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്, ആ പോയത്തിൽ. ഇനി കുറച്ച് ലൈൻസിൻ്റെ മീനിങ് കൂടി ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോയിൻ്റ് അപ്പം നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളിത് ഇൻക്ലൂഡ് ചെയ്യുക. ഇത്രയും ചെയ്യണ്ടോ കേട്ടോ. He mentions beautiful flowers in the orchard in the first line. This will eventually mature into fruits which will hopefully be harvested in the winter. അപ്പോൾ ഫ്ലവേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓർച്ചാഡ് എന്ന് പറയുമ്പോൾ ഗാർഡനെ പറയുന്ന മറ്റൊരു പേര്. ഈ മരങ്ങളും നമ്മൾ പറയില്ല, തോപ്പ് എന്നൊക്കെ പറയും, മരങ്ങളും ചെടികളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലം. അവിടെ നല്ല നല്ല ചെടികളുണ്ട്, ആ ഒരു ചെടികളിൽ നല്ല നല്ല പൂക്കളുണ്ട്, ആ പൂക്കൾ പിന്നീട് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നുണ്ട്. അത് എവിടെയാണ്, വിൻ്ററിൽ ഹാർവസ്റ്റഡ് ആവേണ്ടത്, നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റും. ദ വൈറ്റ് ഫ്ലവേഴ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഗോസ്റ്റ് ബൈ നൈറ്റ്. പകല് കാണുന്ന വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയാണ്, പക്ഷെ രാത്രി അത് ഒരു പ്രേതത്തിനെ പോലെ തോന്നുന്നു. ബൈ ദ സ്പീക്കർ. ഈവൻ ഇഫ് ദേ
seem extremely different at night, he can still enjoy them. പക്ഷെ എന്നാലും രാത്രിയും നമുക്കത് എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാൻ പറ്റും. ഹി വിഷസ് ടു ബി ലൈക്ക് ദ ഹാപ്പി ബീസ്. അപ്പം നമ്മുടെ സ്പീക്കർ ഒരു ബീസിനെ പോലെ, തേനീച്ചകളെ പോലെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദ സ്വാൻ ഡിലൈറ്റിംഗ് അറൗണ്ട് ദ പെർഫെക്റ്റ് ട്രീ. സ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ബീസിൻ്റെ, തേനീച്ചകളുടെ കൂട്ടത്തിന് നമ്മൾ സ്വാൻ എന്ന് പറയുന്നു. അതിങ്ങനെ ട്രീസിൻ്റെ ചുറ്റുമായിട്ട് വട്ടമിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക. ദ പോയിറ്റ് ഈസ് ലോങ്ങിങ് ജസ്റ്റ് ഫോർ എ സിംഗിൾ മൊമെൻറ്റ്, ഹി ഈസ് ഡിറ്റർമൈൻഡ് ടു എൻജോയ് ദിസ് ഡേ റിഗാർഡ്ലെസ്. ഒരു ചെറിയ മൊമെൻറ്റ്, സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പോയിറ്റ് ആഗ്രഹിക്കുന്നത്. The poet is longing just for a single moment. He is determined to enjoy the day regardless of whether the fruit ripen or not. അവിടെയുള്ള പഴങ്ങൾ പഴുത്തോ പഴുത്തില്ലേ ഇതൊന്നും നോക്കിയിട്ടല്ല ആളൊരു ദിവസത്തിൽ എൻജോയ് ചെയ്യുന്നത്. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കാനുള്ളതല്ല ജീവിതം. ഉള്ള സമയം ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഇപ്പം നമ്മളൊരു ചെടി വെച്ചു, ആ ചെടി ഭാവിയിൽ അതിൽ പഴങ്ങളുണ്ടാവോ പൂക്കളുണ്ടാവോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മൾ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ വരും സമയത്ത് വരും. ബാക്കി നമ്മൾ എൻജോയ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ആസ്വദിക്കാനാണ് നമ്മുടെ പോയിറ്റ് നമ്മളോട് പറയണത്. The speaker's reason for sharing this delight with people around him is explained in the fourth stanza. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. He considered beautiful quality of spring as love. ആ ഒരു സ്പ്രിങ്, വസന്തകാലത്തിൻ്റെ സമയത്തെ സ്നേഹത്തിൻ്റെ കുറേ ക്വാളിറ്റീസ് ആയിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ മനുഷ്യരിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ ഉള്ളിലും സ്നേഹവും സന്തോഷവും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തോന്നിക്കാൻ വേണ്ടിയിട്ട്. There isn't anything else like these things according to the poet. The season's delight are open to everybody to perceive and enjoy. The speaker and others around him don't grasp a lot of things in the world, the which it is reserved for God. ഈ ലോകത്തിലെ എല്ലാതും ദൈവത്തിന് റിസർവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. says the Bible. ഇത് ബൈബിളിലെ വാക്യമാണ്. He employs this for his own interest. However, spring and its flowers, birds and bees may bring a simple joy. അപ്പോൾ he employs this for his own interest. എന്താണ്? ദൈവം ഇതൊക്കെ ദൈവത്തിന് റിസർവ് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള രീതിയിൽ തന്നെയാണ് ആൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മനുഷ്യരുടെ അല്ല. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളിതൊക്കെ എൻജോയ് ചെയ്യുക, നശിപ്പിക്കാതെ എല്ലാതും അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യുക. അതാണ് വേണ്ടത്. ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഇപ്പോഴത്തെ ഒരു ദിവസം നല്ല രീതിയിൽ പ്രസൻ്റ് ആയിട്ട് തന്നെ നിങ്ങളോട് കൊണ്ടുപോകാനാണ് നമ്മുടെ പോയിറ്റോടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പൂക്കളെ എന്ത് പറയുന്നുണ്ട്? ഗോസ്റ്റായിട്ട് പറയുന്നുണ്ട്. ബീസ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, അതുപോലെ ആവാൻ പോയിറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് റൈപ്പൻ ആയോ ഇല്ലേ, പഴുത്തോ പഴുത്തില്ലേ എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളൊരു പ്ലാന്റ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലാന്റ് വെക്കൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് 11th തൊട്ട് 15th വരെയുള്ള ക്വസ്റ്റ്യനാണ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. തന്നിരിക്കുന്ന പാസേജ് വായിക്കുക, ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാനില്ലാത്ത പോർഷനാണ്, അതുകൊണ്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ വായിക്കുക, ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആൻസേഴ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് വേണം, ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പുറത്തുനിന്ന് പാസേജ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞുതരാം. വൈ ഡിഡ് ദ കാർപ്പൻറ്റർ പ്ലാൻ ടു റിട്ടയർ? എന്തുകൊണ്ടാണ് ആ കാർപ്പൻറ്റർ റിട്ടയർ ആവാൻ വേണ്ടിയിട്ട്, ജോലിയിൽ നിന്ന് റിട്ടയർ ആവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്? വോട്ട് ഡിഡ് ദ എംപ്ലോയർ റിക്വസ്റ്റ് കാർപ്പൻറ്റർ? എന്താണ് എംപ്ലോയർ, ആ ഒരു ജോലിക്കാരൻ കാർപ്പൻറ്ററിനോട് എന്ത് ചെയ്ത് അപേക്ഷിച്ചത്? വോട്ട് സർപ്രൈസ് ഡിഡ് ദ എംപ്ലോയർ ഹാവ് ഫോർ ദ കാർപ്പൻറ്റർ? എന്ത് സർപ്രൈസ് ആണ് നമ്മുടെ എംപ്ലോയർ കാർപ്പൻറ്ററിന് കൊടുത്തത്? വൈ വാസ് ദ സർപ്രൈസ് എ ഷെയിം ഫോർ ദ കാർപ്പൻറ്റർ? എന്തുകൊണ്ടാണ് ആ സർപ്രൈസ് കാർപ്പൻറ്ററിന് ഒരു ഷെയ്മേഡ് ആയിട്ട് തോന്നിയത്? പിക്ക് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് സ്കിൽ വിത്ത് വിച്ച് എ ജോബ് ഈസ് ഡൺ. ഒരു കഴിവ് കൊണ്ട് ഒരു ജോലി ചെയ്യുന്നു, അത് പറയുന്ന വാക്യം എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 to 17 ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്, എല്ലാ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ജംഗിൾ ഓഫ് എയർ ക്രഷ് എന്നുള്ള ആ ഒരു ഒറ്റ ലൈൻ അവളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ മൈൻഡ് ക്രിയേറ്റ് എ വൺ റെസ്പെക്ട് ഇൻ എവറി റീഡർ. നമ്മൾ വായിച്ചു ജംഗിൾ എയർ ക്രഷ് ഉണ്ടല്ലോ, അതിലെന്ത് ചെയ്യുന്നുണ്ട്? അമ്മയെ നഷ്ടപ്പെടുന്നുണ്ട്, കാട്ടിലെ ഒറ്റയ്ക്കാകുന്നുണ്ട്, അവിടുന്ന് സർവൈവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അതിൻ്റെ ഒരു നരേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക്
കഴിഞ്ഞ ക്രിസ്മസ് ഓണം എക്സാമിനൊക്കെ വന്നിട്ടുണ്ട്, ആനുവൽ എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നരേഷൻ തന്നെയാണ് കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ കുറച്ച് ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. It was Christmas Eve 1971 and everyone was eager to get home. We were angry because the plane was 7 hours late. Suddenly, we entered into a very heavy dark cloud. My mother was anxious, but I was okay. I liked flying. അപ്പോൾ അതൊരു ക്രിസ്മസിൻ്റെ ഈവായിരുന്നു. ഓക്കെ, അപ്പോൾ ക്രിസ്മസിൻ്റെ ടൈം എല്ലാവരും വീട്ടിലേക്ക് എത്താൻ വേണ്ടി ധൃതിപ്പെട്ടിരിക്കുക. ആ സമയത്താണ് ഒരു 7 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ആ പ്ലെയിൻ എന്ത് ചെയ്യുന്നത്, മൂവ് ഓൺ ചെയ്യുന്നത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്ലൗഡിൻ്റെ അടുത്ത് കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആൻഷ്യസ് ആയെന്ന് പറയുമ്പോൾ എന്താ ഇനി ഉണ്ടാവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അമ്മയ്ക്ക്. പക്ഷെ അവൾ ഓക്കെ ആയിരുന്നു, അവൾക്ക് ആ ഫ്ലൈയിങ് ഒക്കെ ഇഷ്ടമാണ്. 10 minutes later it was obvious that something was very wrong. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഇതിലുണ്ടെന്ന് മനസ്സിലായി. There was very heavy turbulence and the plane was jumping up and down. Parcels and luggage were falling from the locker. There were gifts, flowers and Christmas cake flying around the cabin. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ ഫ്ലൈങ് ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആ പ്ലെയിൻ ആകെ കുലുക്കൊക്കെ വന്നു തുടങ്ങി. അതിലുള്ള ലഗേജ്, അതുപോലെ കേക്ക്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്, ഇതൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമല്ലേ, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു പ്ലെയിൻ്റെ അകത്ത് മൂവ് ചെയ്ത് തുടങ്ങി. വെൻ വി സോ ലൈറ്റ്നിങ് അറൗണ്ട് ദ പ്ലെയിൻ ഐ വാസ് സ്കെയർഡ്. പിന്നെ എന്താ ലൈറ്റ്നിങ് എന്ന് പറഞ്ഞാൽ എന്താ, തീയൊക്കെ കത്തി തുടങ്ങി. അപ്പോൾ അവർക്ക് പേടി തുടങ്ങി. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, പേടി തുടങ്ങി. മൈ മദർ ആൻഡ് ഐ ഹെൽഡ് ഹാൻഡ്സ് ബട്ട് വി വർ അൺഎബിൾ ടു സ്പീക്ക്. അമ്മയും മോളും കൂടിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിരുന്നു, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. Other passengers began to cry and weep and scream. After about 10 minutes, I saw a very bright light on the outer engine on the left. എല്ലാ പാസഞ്ചേഴ്സും ഇതുപോലെ ക്രൈ ചെയ്യാനും വിതുമ്പാനൊക്കെ തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലൊരു വെളിച്ചം എന്ന് പറയുമ്പോൾ നല്ലൊരു തീ കത്തണ ആ ഒരു സംഭവം എൻജിനുമേ കണ്ടു. മൈ മദർ സെഡ് വെരി കാംലി. അമ്മ അങ്ങനെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു, ദാറ്റ് ഈസ് ദ എൻഡ്, ഇറ്റ്സ് ഓൾ ഓവർ. ഇതിപ്പോൾ അവസാനമായി, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാൻ പോവുകയാണെന്നുള്ള സൂചന മകൾക്ക് കൊടുത്തു. ദോസ് വർ ദ ലാസ്റ്റ് വേർഡ്സ് ഐ എവർ ഹിയർഡ് ഫ്രം ഹെർ. അമ്മയുടെ നിന്ന് കിട്ടിയ അവസാനത്തെ വാക്കുകൾ അതായിരുന്നു. ദ പ്ലെയിൻ ജംപ്ഡ് ഡൗൺ ആൻഡ് വെന്റ് ഇൻ ടു എ നോസ് ഡൈവ്. ഇറ്റ് വാസ് പിച്ച് ബ്ലാക്ക് ആൻഡ് പീപ്പിൾ വർ സ്ക്രീമിങ്. ദെൻ ദ ഡീപ്പ് റോറിംഗ് ഓഫ് ദ എൻജിൻ ഫിൽഡ് മൈ ഹെഡ്. പിന്നെ ഒരുപാട് റോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സിംഹമൊക്കെ അലർന്ന ശബ്ദങ്ങളെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അലർന്ന ശബ്ദം എൻജിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടു. പിന്നീട് എന്താ ഉണ്ടാവുന്നത്, പ്ലെയിൻ ഇങ്ങനെ മറിഞ്ഞ് പോകുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഇവരും മറിഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് അറിയുന്നത്. സഡൻലി ദ നോയ്സ് സ്റ്റോപ്ഡ് ആൻഡ് ഐ വാസ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ. പെട്ടെന്ന് തന്നെ ശബ്ദങ്ങളൊക്കെ നിലച്ചു. അവൾ ഇതിന് ആ പ്ലെയിൻ്റെ പുറത്തായിട്ടാണ് അവൾക്ക് ഫീൽ ചെയ്തത്. ഐ വാസ് ഇൻ ഫ്രീ ഫോൾ, സ്റ്റാർട്ട് ടു മൈ സീറ്റ് ബെഞ്ച് ആൻഡ് ഹാങ്ങിങ് ഹെഡ് ഓവർ ഹീൽസ്. ഒരു പെട്ടെന്ന് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ എറിയണു, പെട്ടെന്ന് പോയിട്ട് വീഴല്ല, അതിനെയാണ് പറയുന്നത്. അതുപോലെ ആ പ്ലെയിൻ്റെ അകത്തിരുന്നിരുന്ന ആൾ പെട്ടെന്ന് സീറ്റ് കൊടുക്കണേ, ആ ഒരു സീറ്റും അതുപോലെ ആ ഒരു സ്ട്രാപ്പ് കൊടുക്കണേയും കൂടിയിട്ടാണ് അവൾ പോയി വീണത്. ദ വിസ്പറിങ് ഓഫ് ദ വിൻഡ് വാസ് ദ ഓൺലി നോയ്സ് ഐ കുഡ് ഹിയർ. ചെറിയൊരു കാറ്റിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഐ ഫെൽറ്റ് കംപ്ലീറ്റ്ലി അലോൺ. എനിക്ക് തീർച്ചയായും ഒറ്റയ്ക്കായെന്ന് തോന്നി. ഐ കുഡ് സീ ദ കനോപ്പി ഓഫ് ദ ജംഗിൾ സ്പിന്നിങ് ടുവേർഡ്സ് മീ. ദെൻ ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ് ആൻഡ് റിമെമ്പർ നത്തിങ് ഓഫ് ഇമ്പാക്ട്. ആ ഒരു ഫോറസ്റ്റാണ് പിന്നെ ഒറ്റ നോട്ടത്തിൽ അവൾ കണ്ട കാഴ്ച. അവൾക്ക് ആകെ എന്താണ്, തല ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നുന്നു. അവൾ ആ കോൺഷ്യസ് മൈൻഡിൽ എത്തുന്നു. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ബോധമില്ലായ്മ. ലേറ്റർ ഐ ലേൺ ദാറ്റ് ദ പ്ലെയിൻ ഹാഡ് ബ്രോക്കൺ into pieces about 2 miles above the ground. പിന്നീട് അവൾക്ക് മനസ്സിലായി 2 മൈൽ അപ്പുറം ആ പ്ലെയിൻ ആകെ ഇടിഞ്ഞ് തകർന്ന് വീഴുന്നിട്ടുണ്ട്. I woke the next day and looked up into the canopy. The first thought I had was I survived air crash. ഫസ്റ്റ് അവൾ വിചാരിച്ചത് എന്താ, അവൾ മാത്രം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു എയർ ക്രാഷിന് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ആ ഒരു ക്രാഷിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായി. ഐ ഷൗട്ടഡ് ഔട്ട് ഫോർ മൈ മദർ ബട്ട് ഐ ഓൺലി ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ജംഗിൾ. അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്, അമ്മേനെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ ഓളിയിട്ടു, പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല. ആ കൂടി കേട്ടത് ആ കാടിൻ്റെ ശബ്ദം മാത്രം. I was completely alone. I had broken my collarbone and had some deep cuts on my leg, but my injuries weren't serious. ആ കോളറിലുള്ള ആ ഒരു ഷോൾഡർ ബോണുള്ള പൊട്ടി, എല്ല് പൊട്ടിയിട്ടുണ്ട്. നല്ല നല്ല വലിയ വൂൺസ് തന്നെ, മുറിവുകൾ കാലിമൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് സീരിയസ് അല്ല. I realized later that I had ruptured a ligament in my knee, but I could walk. നീയുടെ അവിടെ ഒരു ലിഗമെന്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നടക്കാൻ പറ്റുന്നുണ്ട്. Before the crash, I had spent a year and a half with my parents on their research station, only 30 miles away.
ഈ ഒരു പ്ലെയിനിൻ്റെ ക്രാഷ് ഉണ്ടാവണേക്കാൾ മുമ്പ് ഒരു വർഷം മുമ്പ് അവൾ പാരൻസിൻ്റെ ഒപ്പം ഇങ്ങനെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കാടുകളിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഐ ലേൺഡ് എ ലോട്ട് അബൌട്ട് ലൈഫ് ഇൻ ദ റെയിൻ ഫോറസ്റ്റിലുള്ള ജീവിതത്തെ പറ്റി അവൾക്ക് അറിയാം. ദാറ്റ് ഇറ്റ് വാസ് ടു ഡേഞ്ചറസ്. ഇറ്റ് വാസ് നോട്ട് ടു ഡേഞ്ചറസ്. ഇറ്റ്സ് നോട്ട് ദ ഗ്രീൻ ഹെൽ ദ വേൾഡ് ഓൾവേസ് തിങ്ക്. ഐ വുഡ് ഹിയർ ദ പ്ലെയിൻ ഓവർ ഹെഡ്. ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഒരു പച്ചപ്പ് മാത്രമല്ല ഈ റെയിൻ ഫോറസ്റ്റിനുള്ളത്, അതുകൂടാതെ പല നിഗൂഢതകളും ഉണ്ടെന്ന് അവൾക്കറിയാം. I could hear the plane overhead searching for the wreck, but it was a very dense forest and I couldn't see them. ഒരു പ്ലെയിൻ ഇങ്ങനെ ആ കാടിന് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവളെ കാണില്ല അവർക്ക്, അത്രയും കൊടുങ്കാടാണത്. ഐ വാസ് വിയറിങ് എ വെരി ഷോർട്ട് സ്ലീവ്ലെസ് മിനി ഡ്രസ് ആൻഡ് വൈറ്റ് സാൻഡൽസ്. ഒരു വൈറ്റ് ചെരുപ്പ് സാൻഡൽസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു ഷോർട്ടായിട്ടുള്ള മിനി ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഐ ഹാഡ് ലോസ്റ്റ് വൺ ഷൂ ബട്ട് ഐ കെപ്റ്റ് ദ അതർ ബിക്കോസ് ഐ എം വെരി ഷോർട്ട് സൈറ്റഡ് ആൻഡ് ഹാഡ് ലോസ്റ്റ് മൈ ഗ്ലാസസ്. അപ്പോൾ എനിക്ക് ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഒരെണ്ണം കയ്യിൽ വെച്ചു. കാരണം എന്താ, എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, എൻ്റെ ഗ്ലാസും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഐ യൂസ് ദാറ്റ് ഷൂ ടു ടെസ്റ്റ് ദ ഗ്രൗണ്ട് എഹെഡ് ഓഫ് മീ എസ് ഐ വാക്ട്. കാരണം അവൾ നടക്കും തോറും ഈ ഒരു ഷൂ കൈ പിടിച്ചിട്ട് നടക്കണം. കാരണം എന്താ, കൈ പിടിച്ചിട്ടുള്ള ജസ്റ്റ് കാലും വിട്ടിട്ട്, അപ്പോൾ അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ആ മണ്ണിലൊന്നിങ്ങനെ, മണ്ണിൽ വെച്ചാൽ കുറേ വാടി ഇലകളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ, ഇതിൽ വല്ല ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ കാലുകൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് അവൾ നടക്കാറ്. അതിനായിട്ടാണ് ഒരെണ്ണം അവൾ കളയാണ്ടിരുന്നത്. സ്നേക്സ് ആർ കംഫ്ലക്ട് ദർ ആൻഡ് ദേ ലുക്ക് ലൈക്ക് ഡ്രൈ ലീവ്സ്. അവിടെയുള്ള പാമ്പുകളെ വരെ ഈ ഉണങ്ങിയ ഇലയെ പോലെ നമുക്ക് തോന്നുക. ഐ വാസ് ലക്കി ഐ ഡിഡൻ മീറ്റ് ദം ഓർ മേ ബി ജസ്റ്റ് ദാറ്റ് ഐ ഡിഡൻ സീ ദം. അപ്പം ഞാൻ ഭയങ്കര ഭാഗ്യവതിയായിരുന്നു, കാരണം ഞാൻ ഒരു പാമ്പിനെ അവിടെ കണ്ടില്ല. ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം. ഐ ഫൗണ്ട് എ സ്മോൾ ക്രീക്ക് ആൻഡ് വാക്ക്ഡ് ഇൻ ദ വാട്ടർ ബിക്കോസ് ഐ ന്യൂ ഇറ്റ് വാസ് സേഫർ. ഒരു വെള്ളത്തിൻ്റെ ഒരു അല കേട്ടപ്പോൾ അതിലൂടെയാണ് അവൾ നടന്നത്, കാരണം അതാണ് സേഫ് എന്ന് അവൾക്കറിയാം. അറ്റ് ദ ക്രാഷ് സൈറ്റ് ഐ ഹാഡ് ഫൗണ്ട് എ ബാഗ് ഓഫ് സ്വീറ്റ്സ്. ആ ക്രാഷ് ഉണ്ടായ ഭാഗത്ത് ഒരു ബാഗ് അവൾ കണ്ടു, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട്. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് ദം ഐ ഹാഡ് നത്തിങ് മോർ ടു ഈറ്റ് ആൻഡ് ഐ വാസ് സെവറൽ ടൈംസ് എ ഡേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്താണ്, പിന്നെ ഒന്നും കഴിക്കാനായിട്ടില്ല, പിന്നെ വിശപ്പ് തുടങ്ങി. ആൻഡ് ഐ വാസ് വെരി അഫ്രൈഡ് ഓഫ് സ്റ്റാർവിങ് എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പ്, ഹംഗ്രി ഫീൽ തോന്നി. ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് വെരി വെറ്റ് ആൻഡ് ഇറ്റ് റെയിൻ സെവറൽ ടൈംസ് ഡേ. നല്ല ചൂടുണ്ട്, മഴയും പെയ്യുന്നുണ്ട്, നല്ല ആ ഒരു തണുത്തിട്ടാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ചൂടുണ്ട്, അതുപോലെ തന്നെ നനവോട് കൂടിയിട്ടാണ് കിടക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് കോൾഡ് ഇൻ ദ നൈറ്റ് ആൻഡ് ടു ബി അലോൺ ഇൻ ദ മിനി ഡ്രസ് വാസ് വെരി ഡിഫിക്കൽട്ട്. രാത്രിയാകുമ്പോൾ നമുക്കറിയാം കാട്ടിൽ നല്ല തണുപ്പായിരിക്കും, ആ മിനി ഡ്രസ്സിൽ കിടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഓൺ ദ ഫോർത്ത് ഡേ ഐ ഹിയർ ദ നോയ്സ് ഓഫ് എ ലാൻഡിംഗ് കിങ് വൾച്ചർ വിച്ച് ഐ റെക്കഗ്നൈസ് ഫ്രം മൈ ടൈം അറ്റ് മൈ പാരൻസ് റിസർവ്. I was afraid because I knew they only land when there is a lot of carrion and I knew it was bodies from the crash. അവരെപ്പോഴും നമ്മൾ പറയില്ലേ, ശവങ്ങളുള്ള സ്ഥലത്താണ് ഈ വോൾച്ചേഴ്സ് ഉണ്ടായിരിക്കുക, കഴുകൻ എന്നൊക്കെ പറയുമ്പോൾ അവർ അങ്ങനത്തെയുള്ള ശരീരങ്ങളാണ് കൊത്തി കഴിക്കുക. When I turned a corner in the creek, I found a bench with 3 passengers rammed head first into the earth. I was paralyzed by panic. അപ്പോൾ അവിടെ നിന്ന് ചെല്ലുമ്പോൾ അവരുടെ ഒപ്പമുള്ള കുറച്ച് ആൾക്കാരുടെ തലകളൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ അവൾക്ക് പാരലൈസ്ഡ് ആയി, കാരണം ശരീരം അനങ്ങാൻ പറ്റുന്നില്ല. അവൾക്ക് പാനിക് പോലെ ഫീൽ ചെയ്തു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് സീൻ എ ഡെഡ് ബോഡി. അങ്ങനെ ഒരു മരിച്ച ശരീരങ്ങൾ ആദ്യമായിട്ട് അവൾ കാണുന്നത്. ഐ തോട്ട് മൈ മദർ കുഡ് ബി വൺ ഓഫ് ദം ബട്ട് വെൻ ഐ ടച്ച് ദ കോപ്സ് വിത്ത് എ സ്റ്റിക്ക് ഐ സോ ദാറ്റ് ദ വുമൺസ് ടോ നെയിൽസ് വർ പെയിൻറ്റഡ്. ഒരെണ്ണം അമ്മയാവുമെന്ന് വിചാരിച്ച്, പക്ഷെ അവൾ നോക്കിയപ്പോൾ അവിടുത്തെ കാലിമത്തുള്ള വിരലുമേ പെയിൻ്റ് അടിക്കാന്ന് പറഞ്ഞാൽ എന്താ, നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. മൈ മദർ നെവർ പോളിഷ്ഡ് ഹെർ നെയിൽസ്. എൻ്റെ അമ്മ നെയിൽ പോളിഷ് ഒന്നും യൂസ് ചെയ്യില്ല. ഐ വാസ് ഇമീഡിയറ്റ്ലി റിലീവ്ഡ് ബട്ട് ദെൻ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ദാറ്റ് തോട്ട്. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് റിലീഫായി. എന്നിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച ചിന്തയെ തന്നെ ഞാൻ മാറ്റി. ബൈ ദ 10th day I couldn't stand properly and I drifted along the edge of a larger river I had found. 10th ദിവസം അവൾക്ക് നടക്കാൻ തീരെ പറ്റാതായി. എന്നിട്ട് അവൾ ഇങ്ങനെ ഇഴഞ്ഞു തുടങ്ങി അവിടുത്തെ ആ ഒരു റിവറിലൂടെ. അടുത്ത് തന്നെ ഒരു റിവർ ഉണ്ട്, അതിലൂടെ. ഐ ഫെൽറ്റ് സോ ലോൺലി ലൈക്ക് ഐ വാസ് ഇൻ എ പാരലൽ യൂണിവേഴ്സ് ഫാർ അവേ ഫ്രം എനി ഹ്യൂമൻ ബീങ്. ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു, കാരണം ഒരു മനുഷ്യനില്ലാത്ത ലോകത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് അവൾക്ക് ഫീൽ ചെയ്തു. ഐ തോട്ട് ഐ വാസ് ഹാലുസിനേറ്റിംഗ് വെൻ ഐ സോ എ റിയലി ലാർജ് ബോട്ട്. ഒരു വലിയ ബോട്ട് കണ്ട പോലെ എനിക്ക് തോന്നി. ഞാൻ ഒരു ഹാലുസിനേഷൻ, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, അതാണ് ഹാലുസിനേഷൻ എന്ന് പറയാം, അത് കാണുന്ന പോലെ തോന്നി. When I went to touch it and realized it was real, it was like an
അഡ്രിനലിൻ ഷോട്ട്. അപ്പോൾ അവിടെ പോയിട്ട് തൊടാൻ പോയപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ അവൾക്ക് മനസ്സിലായി അത് റിയൽ അല്ല എന്നുള്ളത്. ബട്ട് ദെൻ ഐ സോ ദർ വാസ് എ സ്മോൾ പാത്ത് ഇൻ ടു ദ ജംഗിൾ വെർ ഐ ഫൗണ്ട് എ ഹട്ട് വിത്ത് എ പാം ലീഫ് റൂഫ് ആൻഡ് ഔട്ട്ബോർഡ് മോട്ടോർ ആൻഡ് എ ലിറ്റിൽ ഓഫ് ഗ്യാസോലിൻ. അപ്പോൾ ഈ ഒരു നമ്മുടെ ബോട്ടിലൊക്കെ ഒഴിക്കുന്ന ഓയിലും അതുപോലെ ഒരു ചെറിയ ഒരു ഹട്ട്, ആ ഹട്ടും അവൾ കണ്ടു. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടു. ഐ ഹാഡ് എ വൂണ്ട് ഓൺ മൈ അപ്പർ റൈറ്റ് ആം. ഇറ്റ് വാസ് ഇൻഫെസ്റ്റഡ് വിത്ത് മാങ്കോട്സ് അബൌട്ട് 1 centimeter ലോങ്. ഐ റിമെമ്പേർഡ് ഔട്ട് ഡോഗ് ഹാഡ് ദ സെയിം ഇൻഫെക്ഷൻ ആൻഡ് മൈ ഫാദർ ഹാഡ് പുട്ട് കെറോസിൻ ഇൻ ഇറ്റ്. അവളുടെ കാലുമ്മ കുറച്ചിങ്ങനെ പുഴുക്കൾ വരുന്ന രീതിയിൽ തന്നെ വൂണ്ട്സ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ഓർമ്മയുണ്ട് അവിടുത്തെ നായ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ ഈ ഒരു കെറോസിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. സോ ഐ സക്ക് ദ ഗ്യാസോലിൻ ഔട്ട് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ വൂണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഗ്യാസോലിൻ എടുത്തിട്ട് ഈ ബോട്ടിലൊക്കെ ഒഴിക്കുന്ന എണ്ണയാണല്ലോ, അപ്പോൾ അതെടുത്തിട്ട് അവളുടെ മുറിവും ഒഴിച്ചു. ദ പെയിൻ വാസ് ഇൻറ്റൻസ് ആസ് ദ മാങ്കോ ട്രൈ ടു ഗെറ്റ് ഫെർദർ ഇൻ ടു ദ വൂണ്ട്. നല്ല പെയിൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം കാലുമിക്ക് വരുമ്പോൾ ആ ഒരു പുഴുക്കൾ എന്താ ചെയ്യുക, വീണ്ടും അകത്തേക്ക് കയറാനാണ് നോക്കുക. ദ പെയിൻ വാസ് ഇൻറ്റൻസ് ആസ് ദ മാങ്കോ ട്രൈ ടു ഗെറ്റ് ഫെർദർ ഇൻ ടു ദ വൂണ്ട്. ഐ പുൾഡ് ഔട്ട് അബൌട്ട് 30 mangoes ആൻഡ് വാസ് വെരി പ്രൗഡ് ഓഫ് മൈസെൽഫ്. 30ഓളം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ അവൾ പുറത്തേക്ക് എടുത്തു. I decided to spend the night there. രാത്രി അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. The next day I heard the voice of several men outside. 2-3 ആണുങ്ങളുടെ ശബ്ദം പുറത്തുനിന്ന് അവൾ കേട്ടു. It was like hearing the voice of angels. എന്താ പറയുക, മാലാഖമാരുടെ ശബ്ദം കേൾക്കുന്ന പോലെ അവൾക്ക് തോന്നിയത്. When they saw me, അവളെ കണ്ടപ്പോൾ they were alarmed and stopped talking. അവർ സംസാരം നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. ദേ തോട്ട് ഐ വാസ് എ കൈൻഡ് ഓഫ് വാട്ടർ ഗോഡസ്, എ ഫിഗർ ഫ്രം ലോക്കൽ ലെജൻഡ് ഹു ഈസ് എ ഹൈബ്രിഡ് ഓഫ് എ വാട്ടർ ഡോൾഫിൻ ആൻഡ് എ ബ്ലോണ്ട് വൈറ്റ് സ്കിൻഡ് വുമൺ. അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സ്യകന്യകൊക്കെ പോലത്തെ ആരോ ആണെന്നാണ് അവർ ആദ്യം വിചാരിച്ചത്. ബട്ട് ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ് ഇൻ സ്പാനിഷ് ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻ. പിന്നെ അവൾ പോയിട്ട് പറഞ്ഞു എന്തൊക്കെ അവൾക്ക് സംഭവിച്ചു, അവൾ ആരാണെന്ന് പറഞ്ഞു. ദേ ട്രീറ്റഡ് മൈ വൂണ്ട് ആൻഡ് ഗേവ് മീ സംതിങ് ടു ഈറ്റ് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ടുക്ക് മീ ബാക്ക് ടു സിവിലൈസേഷൻ. അന്ന് അവർ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ തന്നിട്ട് കാലിനത്തെ മുറിവൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. ദ ഡേ ആഫ്റ്റർ മൈ റെസ്ക്യൂ, അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഐ സോ മൈ ഫാദർ, അച്ഛനെ കണ്ടു. ഹീ കുഡ് ബെയർലി ടോക്ക് ആൻഡ് ഇൻ ദ ഫസ്റ്റ് മൊമെന്റ് വി ജസ്റ്റ് ഹെൽഡ് ഈച്ച് അതർ. രണ്ടാളും ഒരുമിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു. ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഹി ഫ്രാൻറ്റിക്കലി സെർച്ച്ഡ് ഫോർ ന്യൂസ് ഓഫ് മൈ മദർ. അടുത്ത ദിവസം തന്നെ അമ്മയുടെ ന്യൂസാണ് അന്വേഷിച്ചത്. ഓൺ 12 January ദേ ഫൗണ്ട് ഹെർ ബോഡി. ജനുവരി 12 അമ്മയുടെ ബോഡി അവർ കണ്ടെത്തി. ലേറ്റർ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഷീ ആൽസോ സർവൈവ്ഡ് ദ ക്രാഷ് ബട്ട് വാസ് ബാഡ്ലി ഇൻജേർഡ് ആൻഡ് ഷീ കുഡിന്റ് മൂവ്. ഷീ ഡൈഡ് സെവറൽ ഡേയ്സ് ലേറ്റർ. ഐ ഡ്രഡ് ടു തിങ്ക് വാട്ട് ഹെർ ലാസ്റ്റ് ഡേയ്സ് വർ ലൈക്ക്. അപ്പോൾ അവസാനം അമ്മ മരിച്ചു എന്ന് മനസ്സിലായി. അവസാന നിമിഷം അമ്മയ്ക്ക് എന്തായിരിക്കും പറയാനുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അമ്മ എന്തായിരിക്കും തിങ്ക് ചെയ്തതെന്ന് അവൾക്ക് ഇങ്ങനെ ആലോചിച്ച് വിഷമമായി. അമ്മേനെ കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നരേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നരേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഐ യൂസ് ചെയ്ത സ്ഥലത്തൊക്കെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ഷീ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ഷീ നമ്മൾ അവരെക്കുറിച്ച് പറയുകയാണല്ലോ. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നതിന് പകരം നമ്മളെല്ലാത്തിലും ഷീ എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് നരേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഷീ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുക. അവൾ തന്നെ നരേഷൻ ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ ഐ വെച്ചിട്ട് പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 17th question. Timely intervention of some person in one's life help them to make their life successful. In the light of the lesson learning the game, prepare a write-up on how one can influence the life of others. കുറച്ച് ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാരൻസ്, അവർ നമുക്ക് വേണ്ടി എത്ര സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ സ്പോർട്സിൽ ജയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്സിൽ വിജയിക്കാനോ ഒക്കെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ. ആ ഒരാളെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം ലേണിംഗ് ദ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആ കഥ അറിയണം. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിൽ എന്താണെന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ഇയറിൽ നമുക്ക് ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിലെ സ്റ്റോറി അറിയണതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് റൈറ്റപ്പ് എന്തെങ്കിലാണെങ്കിൽ നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ജേർണി ബിഹൈൻഡ് സച്ചിൻ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഡു യു വോണ്ട് ടു നോ ഹൗ സച്ചിൻ ബിക്കേം എ ഗ്രേറ്റ് ലെജൻഡ്? എങ്ങനെയാണ് ഒരു സച്ചിൻ ഒരു ഗ്രേറ്റ് ലെജൻഡായിട്ട് മാറിയെന്ന് നിങ്ങൾക്ക് അറിയോ? ഹിസ് ഓട്ടോബയോഗ്രഫി പ്ലേയിങ് ഇറ്റ് മൈ വേ ഡിസ്ക്രൈബ് ദ ടെഡിയസ് ജേർണി ഹി ട്രാവൽ ടു ബിക്കം ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റിൻ്റെ ദൈവമാണെന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് എത്തിയെന്നുള്ളത് ആൾ ആ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്. വുഡ് യു ലൈക്ക് ടു ലിസൺ ടു ഇറ്റ്? നിങ്ങൾക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഓക്കെ, ഐ വിൽ നറേറ്റ് ടു ഇറ്റ്. ഓക്കെ, ഞാനത് നറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒരു നരേഷൻ മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നരേഷനായിട്ട് കൊടുക്കണമെങ്കിൽ റൈറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല.
The training section at the summer campus wasn't that easy schedule for Sachin. സച്ചിനെ അവിടുത്തെ ട്രെയിനിങ് ക്യാമ്പസ് അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ലായിരുന്നു. ഹിസ് പ്രാക്ടീസ് സെക്ഷൻ അറ്റ് ദ സമ്മർ ക്യാമ്പ് ബിറ്റ്വീൻ 7:30 AM to 10:30 AM in the morning. ഇനി നമ്മൾ ആ സ്റ്റോറിയിലെ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സമ്മറി കൊടുക്കുന്നത് കേട്ടോ. 7:30 തൊട്ട് 10:30 വരെ അവിടുത്തെ ഷെഡ്യൂളാണ് മോർണിംഗിൽ. ഹി വുഡ് ദം കം ബാക്ക് ഹോം ആൻഡ് ദെൻ റിട്ടേൺ ഫോർ എ ലേറ്റ് ഈവനിങ് പ്രാക്ടീസ്. അപ്പോൾ ആ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും, പിന്നെ ഈവനിങ്ങിൽ വീണ്ടും പോവും. ദ ഷെഡ്യൂൾ വാസ് വെരി ടഫ് ദാറ്റ് ഹി ഫെൽറ്റ് റിയലി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിങ്ങനെ ക്ഷീണിതമായിട്ട് ഇത് നിർത്താം എന്നുള്ളൊരു തോന്നൽ, അതൊന്നും നമ്മൾ ഔട്ട് ആവണ ഒരു ഫീല്, ആ ഒരു ഫീല് വരെ അവന് തോന്നും, കാരണം അത്രയ്ക്ക് ടഫാണ്. Moreover, his bus journey to Shivaji Park took 40 minutes from his house. ഷിവാജി പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 40 മിനിറ്റ് എടുക്കും ഇൻ ബാന്ദ്ര. ക്യാൻ യു ഇമാജിൻ ട്രാവലിംഗ് സോ ലോങ് എവറി ഡേ? എന്നും ഈ 40 മിനിറ്റോളം ഇങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്ത് പോകാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അജിത്, his brother, went along with him for a few days in the beginning and they had some interesting conversation about cricket. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളെ പറ്റി എഴുതാൻ. അപ്പോൾ നമ്മൾ ലേണിംഗ് ദ ഗെയിമിൽ അതിനെ തുടർന്നിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ഈ ചാപ്റ്ററിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് അവൻ്റെ ബ്രദറാണ്. അവൻ്റെ ബ്രദറാണ് അവനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്. അവർ തമ്മിൽ ഈ 40 മിനിറ്റ് ആദ്യമൊക്കെ അവനും ബ്രദറും കൂടിയിട്ടാണ് പോവുക. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. ഹിസ് ബ്രദർ അജിത് വാസ് ദ പില്ലർ ഓഫ് ഹിസ് കരിയർ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വാചകം മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? മൈ ബ്രദർ അല്ലെങ്കിൽ മൈ മദർ, മൈ ഫ്രണ്ട് ഈസ് മൈ പില്ലർ ഓഫ് മൈ സ്റ്റഡി, അല്ലെങ്കിൽ എന്താ പറയുക, ഫോർ മൈ ആർട്സ്, അങ്ങനെയൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഫോർ മൈ സ്പോർട്സ്, മൈ ഫ്രണ്ട് ഈസ് ദ ബെസ്റ്റ് പില്ലർ ഫോർ മീ എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഏറ്റവും വലിയ നെടുന്തൂണാണെന്ന് പറയില്ലേ, അതാണ് മീനിങ്. Another thing which moved me is that he had only one set of cricket clothes and had to wash them twice daily. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സെറ്റ് ക്രിക്കറ്റിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നും കഴുകിയിടുക, 2 ദിവസം 2 നേരം ഇടുന്ന കാരണം എന്നും കഴുകിയിട്ടിട്ടാണ് അവ യൂസ് ചെയ്യുക. സീയിങ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ക്രിക്കറ്റ്, ആക്രേക്കേഴ്സ് ആസ്ക്ഡ് ഹിസ് ഫാദർ ടു ചേഞ്ച് ഹിസ് സ്കൂൾ. അവൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് അവൻ്റെ സ്കൂളിലെ സാറ് പറഞ്ഞു അവനെ സ്കൂൾ മാറ്റാം നമുക്ക്. ഫൈനലി സച്ചിൻ ഗോട്ട് പെർമിഷൻ ഫ്രം ഹിസ് ഫാദർ ആൻഡ് ഹി ജോയിൻഡ് ശാരദാശ്രം വിദ്യാമന്ദിർ വേർ ആക്രേക്കർ സർ വാസ് ദ കോച്ച്. അപ്പോൾ ആക്രേക്കർ സർ കോച്ചായിട്ട് നിൽക്കുന്ന സ്കൂളാണ് ശാരദ വിദ്യാമന്ദിർ എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് അവനെ മാറ്റി. അച്ഛന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അവന് ആ ഒരു മേഖലയിൽ പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ മാറ്റി. സച്ചിൻ പ്ലേഡ് റിമാർക്കബിളി വെൽ ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ശാരദാശ്രം. ആ ശാരദാശ്രമത്തിലെ ആദ്യത്തെ ഇയർ പോയപ്പോൾ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കളിച്ചു. ഹി ഹാഡ് ടു പ്രാക്ടീസ് ഫ്രം 7:30 till 4:30. അവിടെ 7:30 തൊട്ട് 4:30 വരെ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് അഗെയിൻ ഫ്രം 5:30 ആഫ്റ്റർ എ 30-minute ബ്രേക്ക്. എന്നിട്ട് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട്, ഐ മീൻ എന്താ പറയുക, റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും 5:30 തൊട്ട് പ്രാക്ടീസ് തുടങ്ങും. ജസ്റ്റ് ഇമാജിൻ ഹൗ സച്ചിൻ മാനേജ് ഓൾ ദാറ്റ്. ഇത്രയും ഒരാൾ ഒരു ദിവസം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. ടുവേർഡ്സ് ദ ലാസ്റ്റ് 50 minutes, Sir would keep a 1 rupee coin on the stump and he had to win it by facing every bowler present there with 60 to 70 fielders. അവസാനം എന്ത് ചെയ്യും, സ്റ്റമ്പുമ്പേ നമ്മുടെ സർ എന്ത് ചെയ്തു, 1 രൂപയുടെ കോയിൻ വയ്ക്കും. അത് നമ്മൾ എടുക്കണം, വിൻ ചെയ്യണം. ഇത്രയും ബൗളേഴ്സും ഇത്രയും ബോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താണ്, ഫീൽഡേഴ്സിനെയൊക്കെ നമ്മൾ ജയിച്ച്, ഓക്കെ, അത് ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ തോൽക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ 1 രൂപ കോയിൻ സ്വന്തമാക്കാം. Another interesting thing that I noticed is that when Sachin didn't turn up for practice and at the same time he played with his friends at home, you know what Akrekar had said. അപ്പോൾ അവനിനി പ്രാക്ടീസിന് വന്നില്ല എന്ന് വിചാരിക്കുക, ഫ്രണ്ട്സായിട്ട് കളിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അക്രേക്കർ സർ എന്താ ചെയ്യാന്നറിയോ? ഹി വുഡ് കം ഓൺ ഹിസ് സ്കൂട്ടർ ആൻഡ് ഡ്രാഗ് ഹിം ഔട്ട് ആൻഡ് ഓൺ ദ വേ ടു ശിവാജി പാർക്ക് ഹി വുഡ് അഡ്വൈസ് ഹിം ടു അവോയ്ഡ് വേസ്റ്റിംഗ് ടൈം ഓൺ ഇനേൻ ഗെയിംസ്. ഇനേൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വീടിൻ്റെ അവിടേക്കുള്ള ഗെയിംസ്. അവനോട് പറയും, അവൻ എവിടെയാണോ അവിടെ നിന്ന് അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് പറയും, അവനോട് അഡ്വൈസ് ചെയ്യുക, ഉപദേശം കൊടുക്കുകയാണ്, നീ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ക്യാൻ യു ബിലീവ് ദാറ്റ്? ഒരു മാസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്കത് ബിലീവ് ചെയ്യാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റുമോ? വൺസ് ഹി ഗോട്ട് പണിഷ്ഡ് ഫോർ മിസ്സിങ് ഈവനിങ് പ്രാക്ടീസ് ഫോർ എൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച്. ഒരു ദിവസം ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് എന്ത് ചെയ്തു, അവൻ മിസ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് അവൻ എന്ത് ചെയ്തു, അവന് പണിഷ്മെൻറ്റ് കിട്ടി. Akrekar became angry and told that
ഹി മസ്റ്റ് നോട്ട് വേസ്റ്റ് ഹിസ് ടൈം ബൈ വാച്ചിങ് അതേഴ്സ് പ്ലേ. അപ്പോൾ പറയുന്നത് എന്താ, മറ്റുള്ളവരുടെ കളികൾ കണ്ട് നീ നിൻ്റെ സമയം കളയരുത് എന്ന് പറഞ്ഞു. ആൻഡ് വെൻ ഇഫ് ഹി പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ വേൾഡ് കെയിം ടു വാച്ച് ഹിസ് പ്ലേ. നീ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നിൻ്റെ കളിയാണ് ലോകത്തുള്ള ആൾക്കാർ മൊത്തം വരുമെന്ന് പറഞ്ഞു. ദ വേർഡ്സ് ഓഫ് ദ കോച്ച് ബിക്കം ട്രൂ. അങ്ങനെ ആ ഒരു കോച്ചിൻ്റെ വാക്കുകൾ അവിടെ ട്രൂ ആണല്ലോ. നമ്മളൊക്കെ സച്ചിൻ്റെ ഓരോ പെർഫോമൻസും നമ്മൾ ടി വിയിൽ കാണുന്ന ആൾക്കാരാണ്. ലോകത്തിൽ എത്ര ആൾക്കാരായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിം കാണാൻ അങ്ങോട്ട് ചെല്ലുന്നത്. Akraker sir was a strict disciplinarian and is helped Sachin to become the world famous player. ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത് ബ്രദർ, പിന്നെ ആരാ, ഈ അക്രേക്കർ സാറാണ് അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് അവനെങ്ങനെ പുഷ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവന്നത് സാറാണ്. ഓക്കെ, സാർ നല്ല ഡിസിപ്ലിനൊക്കെ ഉള്ള സാറാണ്. ഹാറ്റ്സ് ഓഫ് ടു അക്രേക്കർ സാർ ആൻഡ് സച്ചിൻ. അപ്പോൾ നമ്മൾ പറയണത് എന്താ, അക്രേക്കർ സാറിനും അതുപോലെ തന്നെ സച്ചിനും നമ്മൾ ഹാറ്റ്സ് ഓഫ് പറയാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 18 to 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാത്തിൻ്റെ ആൻസേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അതിന് 5 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, ഒരു കൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ആര് തമ്മിലുള്ളതാ, നമ്മുടെ ജോൺസി സ്യൂ. ലാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 2 കഥാപാത്രങ്ങളാണ്. ന്യൂമോണിയ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കലാകാരൻ വരുന്നുണ്ട്, അവസാനം അദ്ദേഹം മരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോറിയൊക്കെ അറിയാലോ. അറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാ ചാപ്റ്ററിൻ്റെ സ്റ്റോറിയാണ് അറിയേണ്ടത് കേട്ടോ. ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിലെല്ലാം അതുകൊണ്ട് നിങ്ങളത് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അവർ തമ്മിൽ അവിടെ ഒരാൾക്ക് ന്യൂമോണിയ വന്നു. ആർക്കാണ് ന്യൂമോണിയ വന്നത്? ഹെർ ഫ്രണ്ട്സ് യു ഓൾവേസ് ട്രൈ ടു എൻഗേജ് ആൻഡ് കൺസോൾ ഹെർ. ഇവിടെ ജോൺസിക്കാണ് ന്യൂമോണിയ വന്നത്. സിയു അവിടെ കൺസോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയണം. അതുകൊണ്ടാണ് സ്റ്റോറി പഠിക്കാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാനൊരു സമ്മറി തരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോൺവെർസേഷൻ നമുക്ക് നോക്കാം. സിയു, ഹേ ജുവാന, വാട്ട് ആർ യു തിങ്കിങ്? സിയു ചോദിക്കുകയാണ്, എന്താ ജുവാന നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ജുവാന പറയാണ്, ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. ഞാൻ എൻ്റെ മരണത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അപ്പോൾ സിയു പറയാണ്, ഐ ഹാവ് ടോൾഡ് യു സോ മെനി ടൈം ഡോണ്ട് തിങ്ക് എനിത്തിങ് ലൈക്ക് ദിസ്. ഞാൻ നിന്നോട് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ ആലോചിക്കരുതെന്ന്. അപ്പോൾ ജുവാന പറയാണ്, ദെൻ വാട്ട് ഷുഡ് ഐ തിങ്ക്? പിന്നെ ഞാൻ എന്താ ചിന്തിക്കണ്ടേ? ഐ കാണ്ട് ലൈ ഇൻ പെയിൻ ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല ഇത്രയും വേദനിച്ചിട്ട്. അപ്പോൾ സിയു പറയാണ്, ഇറ്റ് വിൽ ബി ഓക്കെ. ഡോക്ടർ സെഡ് യു ആർ ബെറ്റർ ദാൻ ബിഫോർ ആൻഡ് യു ക്യാൻ ബി ഡിസ്ചാർജ് റൈറ്റ് അവേ. അത് ഇപ്പോൾ ഓക്കെ ആവും. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നീ മുൻപത്തേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട്, നിന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോ പറയാണ്, ഐ നോ യു മസ്റ്റ് ബി ലൈങ് ടു കൺസോൾ മീ. അപ്പോൾ ലൈങ്ങിൻ്റെ സ്പെല്ലിംഗ് LIEING എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ പറയേണ്ടത് എന്താ, എനിക്ക് മനസ്സിലായി നീ എന്നോട് നുണ പറയാണ് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്യൂ പറയാണ്, നെവർ, ബട്ട് യു വാണ്ട് ടു റിമൂവ് യുവർ നെഗറ്റീവ് ആസ്പെക്ട്. അല്ല, ഒരിക്കലും അല്ല, പക്ഷേ നീ നിൻ്റെ ഈ നെഗറ്റീവ് തോട്ട് ഉണ്ടല്ലോ അത് നീ ഒന്ന് മാറ്റണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ജിയോ പറയണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് ലൈൻസ് കൂട്ടാം. എന്തായാലും ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ളത്. അവൾക്ക് ഞാൻ മരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ സ്യൂ പറയുന്നത് കാര്യം അവൾക്ക് കുറച്ച് ഡീപ്പായിട്ട് അസുഖം വന്നെങ്കിലും അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് സ്യൂ ഇങ്ങനെ കൂടെ നിന്ന് കൺസോൾ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞ് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ബേസ്ഡ്. ഈ ഒരു പാസേജ് വായിച്ചിട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത് തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് സുഖമായിട്ട് കിട്ടും. 2 ക്വസ്റ്റ്യൻ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. വാട്ട്, ഹൗ, വെൻ, വേർ, വൈ, ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സ്. അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷൻസ്, നോട്ടീസ്, കോൺവെർസേഷൻ, ലെറ്റർ നോട്ട്, അതുപോലെ തന്നെ റൈറ്റപ്പ്, ഇതൊക്കെ എങ്ങനെ എഴുതണം, പ്രൊഫൈൽ, അതൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കഴിഞ്ഞ ഇയറാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അത് എല്ലാ ക്ലാസ്സുകാർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ്. സോ നിങ്ങളത് എന്തായാലും വാച്ച് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21 to 25 ആണ്. 3 അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 6 മാർക്ക് വീതമാണ് കേട്ടോ. 21st ക്വസ്റ്റ്യൻ, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് അവർ സിംഗിൾ ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെറ്റ്. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ടു ബി ഡെലിവേർഡ് അറ്റ് ദ സ്കൂൾ അസംബ്ലി. ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമ്മുടെ അവിടെ ഏറ്റവും വലിയ ഒരു ഭീഷണി. നമ്മൾ അനുഭവപ്പെടുന്ന ത്രെറ്റ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ആ ഒരു ക്രിസ്മസ്, ഓണം എക്സാമിനൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ ആൻസർ കറക്റ്റായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ഇതിലപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ട് തന്നെ ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമുക്ക് അപ്ലോഡ് ചെയ്യണം. സോ ഇതിൻ്റെ മലയാളം ഞാൻ കറക്റ്റ് എഴുതിയിട്ട് ട്രാൻസ്ലേഷൻസ് കൊടുക്കുന്നുണ്ട്. ഈ 2-3
ക്ലിപ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഇതാ വരുന്നതാണ് നമ്മുടെ മലയാളം എക്സ്പ്ലനേഷൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മലയാളം പോയി നോക്കുക. ഓരോ ലൈനിനും നമ്മൾ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. മലയാളം കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം കുറേ പോവണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എന്നിട്ടും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ അവിടെ റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എല്ലാ പോയിന്റ്സ് ഇരുന്ന് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തോന്നുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. എന്നിട്ട് അത് മാത്രം നന്നായി പഠിച്ചു പോവുക. ഇപ്പോൾ നമുക്കൊരു ക്ലൈമറ്റിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. ടെമ്പറേച്ചർ കൂടും, നമുക്ക് ചൂട് കൂടും, അതുപോലെ ദാഹം വരും, കുറേ അസുഖങ്ങൾ വരും, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. പിന്നെ ഡീഫോറസ്റ്റേഷൻ, എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്, നമ്മൾ ഈ മരങ്ങളൊക്കെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെള്ളം, മഴ, കാറ്റ് ഇതൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് കാരണവും വരാൻ നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. ഈസിയാണ്, എന്നാലും മനസ്സിലാക്കുന്ന കുറേ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10-15 ലൈൻസ് എടുത്ത് എഴുതുക. ഒരു 10 ലൈനെങ്കിലും എടുത്ത് എഴുതിയിട്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. എന്തായാലും ഈ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, next day, question number 22. The literacy club of your school is planning to stage the play Listen to the Mountain in the literacy feast. As the secretary of the club, you are asked to prepare a notice with every detail. Prepare the likely notice. അപ്പോൾ ഇനി നോട്ടീസ് ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നോട്ടീസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിൽ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആക്കിയാൽ മതി. പിന്നെ നമ്മളൊരു ബോക്സിനുള്ളിൽ എഴുതുക, ഒരു ഹെഡിങ് കൊടുക്കുക. ഇപ്പോൾ തന്നെ നോട്ടീസായി. ടൈം, അതുപോലെ ഇനൗഗുറേഷൻ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോട്ടീസ് മോഡലായി. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടൈപ്പ് നോട്ടീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, പിന്നെ നമുക്ക് കഴിഞ്ഞ ഇയറിൽ ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി കാണിക്കുന്നുണ്ട്. ബോക്സ് ഇപ്പോൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങളൊരു ബോക്സ് വരച്ച് അതിനുള്ളിൽ നോട്ടീസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഹെഡിങ് ആയിട്ട് ലിറ്ററേസി ഫീസ്റ്റ് പ്ലേ ലിസൺ ടു ദ മൗണ്ടെയിൻ, നിങ്ങൾക്ക് എന്ത് ഹെഡിങ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എന്നിട്ട് വി ആർ ഡിസൈഡഡ് ടു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിലേക്ക് വരാം. ദ ലിറ്ററസി ക്ലബ് ഈസ് ത്രിൽഡ് ടു അനൗൺസ് ദ സ്റ്റേജിങ് ഓഫ് ദ ക്യാപ്റ്റിവേറ്റിംഗ് പ്ലേ ലിസൺ ടു ദ മൗണ്ടെയിൻ. അപ്പോൾ ലിറ്ററസി ക്ലബ്ബ് ഭയങ്കര ത്രിൽഡ് ആയിട്ടിരിക്കുക. എന്തിനാണ്? നമ്മുടെ ഇങ്ങനത്തെ ഒരു പ്ലേ ഉണ്ട്, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ഉണ്ടെന്ന് നിങ്ങളുമായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദിസ് ഇയേഴ്സ് ലിറ്ററേസി ഫീസ്റ്റ്, ഈ ഇയറിലെ ലിറ്ററേസി ഫീസ്റ്റിനെ നമ്മൾ കൊണ്ടുവരുന്നത് ലിസൺ ടു ദ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേ ആണ്. ജോയിൻ അസ് ഫോർ എൻ ഈവനിങ് ഓഫ് ലിറ്റററി ഡിലൈറ്റ് ആസ് അവർ ടാലന്റഡ് പെർഫോമേഴ്സ് ബ്രിങ് ദിസ് കമ്പാരിംഗ് സ്റ്റോറി ടു ലൈഫ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈഫ് ആക്കാന്ന് പറഞ്ഞാൽ എന്താ, അവർ അഭിനയിച്ച് കാണിക്കാൻ പോകും. അപ്പോൾ ഇതിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ടാലൻറ്റഡ് ആയിട്ടുള്ള പെർഫോമേഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യാൻ പോണത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നോട്ടീസിലെ ഡേറ്റ്, ടൈം, വെന്യൂ. ഏതാണ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക, ടൈം കൊടുക്കുക, വെന്യൂ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, ലൊക്കേഷൻ ഏതാ അത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, ലൈനായിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സിനോപ്സിസ് എന്ന് പറയുമ്പോൾ ചുരുക്കത്തിൽ പറയുമ്പോൾ ലിസൺ ടു ദ മൗണ്ടെയിൻ അൺഫോൾഡ് എ ടെയിൽ ഓഫ് റിസൈലൻസ്, nature and human connection. Don't miss the opportunity to be enthralled by this thought-provoking narrative. അപ്പോൾ ഈ ഒരു കാര്യം കാണാൻ വേണ്ടി നിങ്ങൾ മിസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ്, കുറച്ച് സാഹിത്യകരമായിട്ടുള്ള വേർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ 2 നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അതിലത്തെ കാര്യങ്ങൾ വെച്ച് എല്ലാ നോട്ടീസും കംപ്ലീറ്റ് ചെയ്താലും മതി കേട്ടോ. All students and faculty members are cordially invited to attendance upon the Literacy Club Creative Endeavors. ഇതെന്തായാലും വേണം. എന്താണ്? All students and faculty members are cordially invited to attend and support the function എന്ന് പറഞ്ഞിട്ട് എഴുതാം. എല്ലാവരെയും നമ്മൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ലാസ്റ്റ് ഡയലോഗ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. യുവർ പ്രസൻസ് വിൽ മേക്ക് ദിസ് ലിറ്ററസി സെലിബ്രേഷൻ ഈവൻ മോർ മെമ്മറബിൾ. നിങ്ങളുടെ പ്രസൻസ് ഇതൊന്നും കൂടി മെമ്മറബിൾ ആക്കും. സി യു ദർ. എന്നിട്ട് ആരാണോ സെക്രട്ടറി അവരുടെ പേര് എഴുതുക. ഇതിന് താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അന്ന് നടക്കുന്ന പ്രോഗ്രാം ഉണ്ട്, നമ്മൾ നോട്ടീസിലൊക്കെ കണ്ടിട്ടില്ലേ എന്തൊക്കെ പ്രോഗ്രാംസ് നടക്കാന്നുള്ളത്, അത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നമുക്ക് കഴിഞ്ഞ ഇയറിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. ദ എക്കോ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് കണ്ടക്ടിങ് എ പോസ്റ്റർ exhibition based on the topic drug abuse and its consequence. Prepare a notice informing everyone about the same and requesting his or her participation. അപ്പോൾ ഇക്കോ ക്ലബ്ബ് ചെയ്യാൻ പോകുന്ന ഒരു കണ്ടക്ടിങ് ഒരു പോസ്റ്റർ എക്സിബിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. എന്തിനാണ്? ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസ്. ഡ്രഗ് യൂസ് ചെയ്താലത്തെ കുഴപ്പങ്ങളും അതിൻ്റെ വരാവരയങ്ങളും ഒക്കെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റേഴ്സ് ക്രിയേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും അറിയിച്ചുകൊണ്ട് നോട്ടീസ് ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇക്കോ ക്ലബ് ABC സ്കൂൾ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡയലോഗ് നിങ്ങൾ എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതേണ്ട കുറച്ച് ഡയലോഗ് പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ നോട്ടീസ് കാണിച്ചില്ല, അവസാനത്തെ ആ ഒരു ഡയലോഗ് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്റ്റാർട്ടിങ് നിങ്ങൾ പഠിക്കുക.
we are decided to conduct a poster exhibition in our school auditorium about the topic. അപ്പം ഞങ്ങളിങ്ങനെ ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വി ആർ ഡിസൈഡഡ്, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാത്തിലും നിങ്ങൾക്ക് എഴുതാം. എന്തിനാ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റുക. ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം അബൌട്ട് ദ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എഴുതുക. ഓൺ എപ്പോഴും ഡേറ്റിന് മുൻപ്. അപ്പോൾ ഓൺ 21st December 2023 അവർ സ്റ്റേജ് ഈസ് ഇനൗഗ്രേറ്റഡ് ബൈ അഖിലേഷ്. ആരാണോ അത് ഇനൗഗ്രേറ്റ് ചെയ്യുന്ന ആളുടെ പേര് എഴുതി. ഓൺ എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആളാരാണ്? ഒരു എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റീസ്, ഒരു എൻവയോൺമെൻറ്റ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം പരിസ്ഥിതി പ്രവർത്തകനാണ്. ഡേറ്റ് എഴുതി, ടൈം എഴുതി, വെന്യൂ എഴുതി. ഇതുപോലെ ഓൾ ആർ കോർഡിനേറ്റ്ലി വെൽക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡേറ്റും പ്ലേസും ഒക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് മോഡലാണ് തന്നിരിക്കുന്നത്. സ്പോർട്സ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഇൻവൈറ്റ് സച്ചിൻ ടെണ്ടുൽക്കർ ടു ഇനൗഗ്രേറ്റ് ദ ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ടു ബി ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. പ്രിപ്പയർ എ നോട്ടീസ് ഓൺ ദ പ്രോഗ്രാം ഗിവൺ നെസസറി ഡീറ്റെയിൽസ്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ അവിടെ നടക്കുന്ന ഒരു ടൂർണമെൻറ്റ് അതിനെ ഇനൗഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് സ്കൂൾ നെയിം കൊടുക്കുക. പിന്നെ ഒരു ബോക്സിൽ വേണം എഴുതാൻ. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഡിസൈഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നാണോ ഡേറ്റ് നമ്മൾ ഈ നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് മുകളിലോ താഴെയായിട്ടോ കൊടുക്കുക. അവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് ആൻ ഇന്റർ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓൺ 12th October അറ്റ് ടൈമിന് മുമ്പ് അറ്റ് 10 AM. Inauguration is done by God of Cricket, Sachin Tendulkar. Interested students may give name to their respected house captain. You are appointed to be in discipline. എല്ലാവരും ഡിസിപ്ലിനിൽ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. As there will be many dignitaries. കുറേ വലിയ പ്രശസ്തമായ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഗസ്റ്റസ് ഫ്രം അതർ സ്കൂൾ, അതുപോലെ വേറെ സ്കൂളിൽ നിന്നുള്ള ഗസ്റ്റുകൾ ആൻഡ് സച്ചിൻ സർ. സോ ഓൾ ആർ കോർഡിനലി വെൽക്കം ടു മേക്ക് ദിസ് ഇവന്റ് എ ഗ്രാൻഡ് സക്സസ്. ഇതൊരു വിജയമാക്കാൻ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. യുവേഴ്സ് സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ഷെഡ്യൂൾ ഓർ പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാമാണോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പ്രയർ, വെൽക്കം സ്പീച്ച്, ഹോണറിംഗ് ഡിഗ്നറ്ററീസ്, ഇനൗഗ്രേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. അങ്ങനെ ക്ലിയർ ആയല്ലോ. അപ്പോൾ നോട്ടീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒന്ന് ജസ്റ്റ് മനസ്സിലായല്ലോ. 23rd question. Tarun is a mediocre student who is always blamed by his parents. But with his strong determination and hard work, he became a real life hero. Prepare the character sketch of Tarun. തരുണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക, തരുൺ. തരുൺ ഇസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ റേസ് ബൈ നിഷ പഞ്ചാബി. നിഷ പഞ്ചാബി എഴുതിയ റേസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അതാണ് സെൻട്രൽ ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഡോമിനൻറ്റ് ക്യാരക്ടർ എന്ന് നമുക്ക് എഴുതാം. ഹി വാസ് എ സെൽഫ് മോട്ടിവേറ്റഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ബോയ്. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളാണ്, പ്രചോദനമായിട്ടുള്ള ഒരാളാണ്, കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമുണ്ട്, അതുപോലെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് സ്ട്രെങ്ത് ഓഫ് എൻ അത്ലറ്റ്. അത്ലറ്റിൻ്റെ എല്ലാവിധ സ്ട്രെങ്ത്തും അവന് കിട്ടിയിട്ടുണ്ട്, അതൊരു അനുഗ്രഹമാണ്. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം ദ ഫസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു റണ്ണർ ആവണം, ഒട്ടക്കാരനാവണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ഹി വാസ് എൻ എക്സലൻറ്റ് റണ്ണർ ആൻഡ് ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ് ബി അറ്റ് ഡേ ഓർ നൈറ്റ്. രാവിലെയായാലും രാത്രിയായാലും എത്ര മണിക്കൂർ വേണമെങ്കിലും അവൻ ഓടിക്കൊണ്ടിരിക്കും. ഇനി വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോണി ഹി ഫൗണ്ട് റിലീഫ് ബൈ റണ്ണിങ് ആൻഡ് എക്സോസ്റ്റിംഗ് ഹിംസെൽഫ്. എപ്പോഴെങ്കിലും വിഷമം തോന്നി കഴിഞ്ഞാൽ അവൻ ഓടിക്കൊണ്ടാണ് ആ വിഷമം തീർക്കാറ്. ഹി വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്, ഒരു മിഡിൽ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അധികം പഠിക്കില്ല, ഒരു മിഡിൽ സ്റ്റുഡൻറ്റ്. ആൻഡ് വാസ് നോട്ട് ഗുഡ് അറ്റ് എനി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. വേറെ ഒരു കരിക്കുലർ ആക്ടിവിറ്റീസും അവനില്ല, ആ കൂടി ഓട്ടാൻ മാത്രമേ അറിയുള്ളൂ. സോ ഹി തോട്ട് ഓഫ് ഹിംസെൽഫ് ടു ബി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ പറയില്ലേ കൂട്ടത്തിൽ കൂടാത്ത, അതിനാണ് ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. ഞാനൊരു കറുത്ത ചെമ്മരിയാടാണെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഹി വാസ് ബിറ്റ് സെൻസിറ്റീവ് ടു. പെട്ടെന്ന് ഫീലിങ്സ് വരുന്ന ആൾക്കാരാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് സങ്കടവും വിഷമമൊക്കെ വരുന്ന ഒരാളാണ്. സന്തോഷമായാലും നമ്മൾ പറയും സെൻസിറ്റീവ് എന്ന് പറയും കേട്ടോ. വെൻ ഹിസ് ഫാദർ സ്കോൾഡഡ് ഹിം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ലോഫ്ഡ് അറ്റ് ഹിം ആസ് ഹി ഫെയിൽഡ് ഇൻ ദ ടെർമിനൽ എക്സാം ഹി ഫെൽറ്റ് വെരി സാഡ്. അച്ഛൻ ചീത്ത പറഞ്ഞപ്പോഴും ഫ്രണ്ട്സ് കളിയാക്കിയപ്പോഴൊക്കെ അവന് പെട്ടെന്ന് വേഗം വിഷമായി. To overcome his grief and worry, he ran around the park in the hot sun for an hour. ഇതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ ചൂട് സൂര്യന് താഴെ അങ്ങനെ ഓടി. The famous coach Olympian Ramnarayan witnessed this incident and was much impressed by the boy talent. ഇതൊക്കെ കണ്ടിട്ട് രാംനാരായണൻ അവിടെ ഒളിമ്പ്യൻ ചാമ്പ്യനാണ്, ആളവിടെ കാണുന്നുണ്ടായിരുന്നു. ആൾക്ക് അവനെക്കുറിച്ച് നല്ല ഇംപ്രഷൻ വന്നു. തരുൺ ഹാഡ് ഹൈ കോൺഫിഡൻസ് ഇൻ ഹിസ് എബിലിറ്റി ടു റൺ. ഓടുന്ന ആ ഒരു കഴിവിൽ അവന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഹി എക്സ്പ്രസ്ഡ് ഹിസ് സ്ട്രീറ്റ് ലൈൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ചിൽഡ്രൻസ് ഡേ റേസ് ഹെൽഡ് അറ്റ് നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിൽ ഇങ്ങനൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പാർട്ടിസിപ്പേഷൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഹി ബോൾഡ്ലി സെഡ് ടു രാംനാരായണൻ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഡീൽ ടു വിൻ ദാറ്റ് റേസ്. അപ്പോൾ നല്ല ബോൾഡായിട്ട് തന്നെ രാംനാരായണോട് പറഞ്ഞു അതെനിക്ക് അത്ര വലിയ പണിയല്ല അതിലൊന്നും ജയിക്കുക എന്നുള്ളത്. തരുൺ വാസ് എ ഹാർഡ് വർക്കിംഗ് ബോയ്. ഫോർ ദ റേസ് ഹി പാർട്ടിസിപ്പേറ്റഡ് റിഗറസ്ലി ആൻഡ് സെലേഴ്സ്ലി ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്. നല്ല കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു എന്നാണ് ഈ 2 വാക്കിൻ്റെ അർത്ഥം, റിഗറസ്ലി സെലേഴ്സ്ലി.
When the race began, he was much confident to win the race and felt proud of himself as he was ahead of everybody. ആ ഒരു തുടക്കത്തിലെ ആ ഒരു റേസ് തുടക്കത്തിലെ അവൻ തന്നെയായിരുന്നു മുന്നിൽ. അപ്പോൾ അവന് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു അവൻ ജയിക്കും എന്ന കാര്യത്തിൽ. ഹി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഡൗൺ 3 times ഓൺ ദ ട്രാക്ക്. ട്രാക്കിൽ 3 വട്ടം സ്ലിപ്പ് ചെയ്ത് വീണു. But Tarun was so much determined that he was not ready to give up on the race, though he fell down thrice. 3 വട്ടം വീണാലും അവ അവിടുന്ന് തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചില്ല. When he reached the finishing point, he got a louder applause for his valor and determination. അവൻ ലാസ്റ്റ് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ അവന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടി. അപ്ലൗസ് എന്ന് പറഞ്ഞാൽ എന്താ, കയ്യടി. It was actually not a day of failure for Tarun, but a day of his beginning as an athlete. അന്ന് അവൻ അവിടെ തോറ്റു. 3 വട്ടം വീണില്ലേ, അപ്പോൾ അവിടെ തോറ്റു. ആൾക്കാരൊക്കെ ജയിച്ചു. പക്ഷേ അത് അവനൊരു തുടക്കമായിരുന്നു. ഓട്ടം അല്ലെങ്കിൽ ആ സ്പോർട്സിൻ്റെ ഒരു തുടക്കമായിരുന്നു ആ ഒരു തോൽവി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കൊരു പ്രൊഫൈൽ ക്രിയേഷൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമുക്ക് അതൊരു ലൈനാക്കി എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2-3 കാര്യങ്ങൾ. ഡേറ്റ്, നമ്മൾ മരിച്ച ദിവസം അല്ലെങ്കിൽ ജനിച്ച ദിവസം, ജനിച്ച സ്ഥലം, എന്തൊക്കെ വർക്ക്സ് ആൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുൻപിലൊക്കെ ഓണാണോ ഇന്നാണോ അറ്റാണോ ഇതൊന്നും അറിയില്ലെങ്കിൽ മാർക്ക് പോയി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ ഒരു പ്രൊഫൈൽ ആദ്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കിയേ, സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ വാസ് വേണം എഴുതാൻ. വാസ് ബോൺ, കാരണം കഴിഞ്ഞൊരു കാര്യമല്ലേ. വാസ് ബോൺ, ഡേറ്റ് 24 April 1973 എന്ന് തന്നിരിക്കുന്നത്. കാരണം ഡേറ്റ്, വർഷം എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചേർക്കുക. ഇനി ഇവിടെ സപ്പോസ് 1973 മാത്രമാണ് തന്നിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്താ ചേർക്കേണ്ടത്? ഇൻ ചേർക്കണം. ക്ലിയർ ആയില്ലേ? ഇത് ഞാൻ കറക്റ്റായിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളതൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇയർ മാത്രം തന്നിട്ടുള്ളെങ്കിൽ ഇന്ന് കൊടുക്കുക. എവിടെയെങ്കിലും എഴുതി വെച്ചോ. ഡേറ്റും മന്തും ഇയറും അതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൺ കൊടുക്കുക. ഇനി നമുക്ക് ഇൻ ഇന്ത്യ എന്ന് മാത്രം തന്നിട്ടുള്ളെങ്കിൽ ഇൻ ഇന്ത്യ എന്ന് കൊടുക്കാം. പക്ഷേ ഇന്ത്യയിൽ, മഹാരാഷ്ട്രയിൽ, ബോംബെയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോന്ന് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണം? ചെറിയ സ്ഥലത്തിൻ്റെ മുമ്പ് അറ്റ് കൊടുക്കുക. 3 സ്ഥലങ്ങൾ ബോംബെ, മഹാരാഷ്ട്ര, ഇന്ത്യ. ഇതിൽ ചെറുത് ബോംബെയുടെ മുൻപ് അറ്റ് കൊടുത്തു. വലിയ സ്ഥലം ഇന്ത്യയുടെ മുൻപ് ഇൻ കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇനി ഹി വാസ് ആൽസോ നോൺ ആസ് എ ലിറ്റിൽ മാസ്റ്റർ ആൻഡ് മാസ്റ്റർ ബ്ലാസ്റ്റർ. പിന്നെ അതിൽ തന്ന കാര്യങ്ങൾ എഴുതുക. ഹി വാസ് ഫേമസ് ആസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ്. ഹി വാസ് ട്രെയിൻഡ് ബൈ രാംകാന്ത് ആക്രേക്കർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ലൈനിലും സച്ചിൻ ടെണ്ടുൽക്കറിനെ എഴുതാൻ പാടില്ല. ഹിസ് എന്നൊക്കെ നമ്മൾ എഴുതുള്ളൂ. ഹി വാസ് അവാർഡഡ് ദ അർജുന അവാർഡ്. പിന്നെ നമ്മൾ അവാർഡ്സ് ഒക്കെ നമ്മൾ എഴുതി. പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ. ഇയറിന് മുമ്പ് ഇയർ മാത്രമാണെങ്കിൽ ഇന്ന് കൊടുക്കുക. ബാക്കി എല്ലാതും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയില്ലേ കാര്യങ്ങൾ? ഇത് വെച്ച് നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ ആണ്. ലിയോ ഓഫ്മാൻ ഇൻവെൻറ്റഡ് ഹാപ്പിനെസ് മെഷീൻ ആൻഡ് ഇറ്റ് ബിക്കേം എ സബ്ജക്റ്റ് ഓഫ് സെൻസേഷണൽ ടോക്ക്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഒരു ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മളൊരു 6 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുക. അപ്പോൾ 6 ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറേ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 2-3 പറഞ്ഞുതരാം. നമുക്കറിയാം ഏതൊക്കെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ക്വസ്റ്റ്യൻസ്. ഹൗ, വാട്ട്, വൈ, വെൻ, വേർ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് ദ ഹാപ്പിനെസ് മെഷീൻ? എന്താണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്ത് പ്രചോദിപ്പിച്ച കാര്യം എന്താ ഈ ഹാപ്പിനെസ് മെഷീൻ ഉണ്ടാക്കാൻ? ആൻഡ് ഹൗ ഡിഡ് ദ ഐഡിയ ഇനീഷ്യലി കം ടു? എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ഹാപ്പിനെസ് മെഷീൻ ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി? ഓരോ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ ആയാലും സൊസൈറ്റിയിലായാലും എല്ലാവർക്കും ഉണ്ടായ ഇമ്പാക്റ്റ്, ആ ഒരു ഫലം എന്താണ് ഈ ഹാപ്പിനെസ് മെഷീൻ വന്നപ്പോൾ? അതർ സ്പെസിഫിക് ഗോൾ ഓർ ഔട്ട്കം യു ഹോപ്പ് ടു അച്ചീവ് വിത്ത് ഇറ്റ്സ്? അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഗോൾ വേണം, എന്തെങ്കിലും ഒരു ഔട്ട്കം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിൻ്റെ ആളുത്തരം പറയണട്ടെ. അതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. വാട്ട് കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് ഹാവ് യു റിസീവ്ഡ് ഫ്രം യൂസേഴ്സ്? ഇത് യൂസ് ചെയ്ത ആൾക്കാരിൽ നിന്ന് എന്ത് ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഡിഡ് യുവർ ഫാമിലി ഗെറ്റ് ഹാപ്പിനെസ് ത്രൂ ദിസ് മെഷീൻ? ഈ മെഷീൻ വെച്ച് നിങ്ങളുടെ ഫാമിലിക്ക് ഹാപ്പിനെസ് കിട്ടിയോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യുക. ഇത് മാത്രം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ 26 തൊട്ട് 30 വരെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു ഹെഡിങ്സ് നോക്കിയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെഡ്ലൈൻ ഇൻഡിക്കേറ്റ് ദ ഡെത്ത് ഓഫ് എ ഫിലിം ആക്ടർ? ഇതിൽ ഫിലിം ആക്ടറിൻ്റെ ഡെത്തിനെ പറയുന്നത് ഏത് ഹെഡ്ലൈനാണ്? വാമ്പിയർ, ഡയറീസ് ആക്ടർ ആനി വോച്ചിൻ പാസ്ഡ് അവേ. കണ്ടില്ലേ? ഇങ്ങനെ ഓരോന്നും നമ്മൾ കണക്ട് ചെയ്താൽ മതി. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് 31. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആർ യു പ്രൗഡ് ഓഫ് മീ? തരുൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മദർ പറയുന്നുണ്ട് യെസ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ് എന്ന് അമ്മയും പറയുന്നുണ്ട്. ഇത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എഴുതുന്ന പോലെയാണ് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ തരുൺ ആസ്ക്ഡ് ഹിസ് മദർ വെദർ ഷി വാസ് പ്രൗഡ് ഓഫ് ഹിം.
ഇനി മദർ റിപ്ലൈഡ്. എന്താ മദർ റിപ്ലൈ ചെയ്യുക? നമ്മൾ ഈ റിപ്പോർട്ടർ സ്പീച്ചൊക്കെ എഴുതുമ്പോൾ ആസ്ക്ഡ്, റിപ്ലൈഡ് ഇതൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. മദർ റിപ്ലൈഡ് പോസിറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ് ഹി വാസ് ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ഏറ്റവും നല്ല ബെസ്റ്റ് സൺ അവനാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ പോസിറ്റീവ്ലി എന്ന് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. മദർ റിപ്ലൈഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. ക്ലിയർ ആയല്ലോ? നമുക്ക് പഠിക്കാനുള്ള ഗ്രാമർ തന്നെയാണ്. കൂടുതൽ ഗ്രാമർ സെക്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇംഗ്ലീഷ് എക്സാമിന് മുമ്പ് അപ്പോൾ നമ്മൾ അതിലത്തെ ഗ്രാമേഴ്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് അതിനായിട്ടാണ്. സോ 32 ക്വസ്റ്റ്യൻ നമ്പർ 22 ആ ഒരു ഇത് നമുക്ക് എന്താണ് നമ്മുടെ ചാപ്റ്ററിലുള്ള കുറച്ച് ലൈൻസ് തന്നെയാണ്. അത് നമ്മൾ എന്ത് വേണം? കറക്റ്റാക്കി എഴുതുക. വെൻ ഹി റേസ്ഡ് ഹിസ് ഹെഡ് എ മാൻ സ്റ്റാൻഡ് ബിഫോർ ഹിം. എ മാൻ സ്റ്റാൻഡ് അല്ല, സ്റ്റുഡ് ആണ്. ഓൾറെഡി നിൽക്കുന്ന ആളാണ്. അപ്പോൾ സ്റ്റുഡ് ബിഫോർ ഹിം. പിന്നെ റെക്കഗ്നൈസിങ് അല്ല, റെക്കഗ്നൈസ്ഡ് ആണ്. എല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ്, ഹൂ ഹാവ് വൺ കെയിം ടു ദ ക്യാമ്പ് ഫോർ സെൽ പേപ്പർ. ഫോർ സെൽ പേപ്പർ അല്ല, ടു സെൽ പേപ്പർ എന്നാണ് നമ്മൾ പറയാം. അതുപോലെ നെക്സ്റ്റ്, ബോട്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, നമ്മൾ കറക്റ്റാക്കി എഴുതി. ബിക്കോസ് ഓഫ് ഹിം കളർ. ഹിം കളർ എന്ന് പറയില്ലേ, ഹിസ് കളർ എന്ന് പറയാം. ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലിയർ ആവട്ടോ. നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് നന്നായി വായിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ലൈനും വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാമർ സെക്ഷൻ അറിയേണ്ട ആവശ്യമില്ല. വായിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൽ ഈ ഒരു വാക്ക് ഇവിടെ യോജിക്കുന്നുണ്ടോ എന്നൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്രാമർ സെക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ ചാപ്റ്ററിൽ എടുക്കുന്ന കാര്യം തന്നെയാണ്, എടുത്തുള്ള കാര്യമാണ്. ഓക്കെ, റീഡ് ദ പാസേജ് ആൻഡ് റീപ്ലേസ് ദ വേർഡ്സ് ഗിവൻ ഇൻ ബോൾഡ് വിത്ത് റൈറ്റ് ഫ്രേസസ്, ഫ്രേസൽ വേർബ്സ്. നമ്മൾ വളരെ വിശദമായിട്ട് ഗ്രാമർ സെക്ഷൻ എടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർ എന്തായാലും പറയാം, നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാനാണ് കേട്ടോ. അപ്പോൾ ലിയോ ഓഫ്മാൻ ഡിസൈഡഡ്, അതിൻ്റെ മീനിങ് വരുന്ന വാക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്. അതുപോലെ നെക്സ്റ്റ്, കൺവേഡ്, അതിൻ്റെ മീനിങ് വരുന്ന ഒരു വേർഡ് പുട്ട് അക്രോസ്. തേർഡ് വൺ ടോളറേറ്റ്, പുട്ട് അപ്പ് വിത്ത്. ആൻഡ് ഫോർത്ത് വൺ കണ്ടിന്യൂഡ്, വെൻറ്റ് ഓൺ. ഇതാണ് അതിൻ്റെ മാച്ചായി വരുന്ന ആൻസേഴ്സ് കേട്ടോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ്. ഇതുപോലെ തന്നെ അടുത്തൊരു പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വെൻ ദ വർക്ക് ഡാഷ് ദ ഡേ വാസ് ഓപ്പർ. വെൻ ദ വർക്ക് ഫോർ ദ ഡേ വാസ് ഓവർ, സ്വാമിനാഥൻ, മണി ആൻഡ് രാജം adjourned dash a schedule, adjourned to a schedule. Spot to say what was in their minds. Swaminathan stood between them and acted as the medium of communication. നമ്മുടെ ചാപ്റ്ററിലുള്ള ലൈൻസ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുക. ഓഫ് ആണോ ഇന്നാണോ വരിക, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് പിന്നെ നമുക്ക് മനസ്സിലാക്കി എഴുതാം കേട്ടോ. ടെക്സ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 35. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജോൺസി ആൻഡ് സിയു, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. അപ്പോൾ ജോൺസി പറയുന്നുണ്ട്, ദ ലീവ്സ് ആർ ഫാളിങ് ഫാസ്റ്റർ. എന്നിട്ട് അവിടെ ഡാഷ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ദ ലീവ്സ് ആറ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, ആറിൻറ്റ് ദേ. ഓക്കെ, ദ ലീവ്സ് എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ദേ വന്നു. ഓക്കെ, സിയു ദ കോൾഡ് ബ്രീത്ത് ഓഫ് ഓട്ടം ആർ ബ്ലോയിങ് ദ ലീവ്സ് ഫ്രം ദ വൈൻ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ സിയു പറയുകയാണ് എന്താണ്, ആ ലീവ്സ് ഒക്കെ നന്നായി കിടന്നിട്ട് ആടുന്നുണ്ട് എന്ന് പറയാം. ജോൺസി പറയുന്നത് there are only 5 left now. ഇനി അവിടെ 5 മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. പിന്നെ ഡാഷ്, അവിടെ നമുക്ക് എന്തും എഴുതാം. അവിടെ എന്തെഴുതാം? അപ്പോൾ ഈ 5 മാത്രമേ ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ആർക്കായാലും ഡൗട്ട് തോന്നും. വാട്ട് ആർ യു കൗണ്ടിങ്, നീ എന്താ എണ്ണുന്നേ? അപ്പോൾ ജോൺസി, ഐ കൗണ്ട് ദ ലീവ്സ് ബിക്കോസ് വെൻ ദ ലാസ്റ്റ് വൺ ഫാൾസ് ഐ മസ്റ്റ് ഗോ ടു. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ അടുത്ത ആൻസർ നോക്കിയിട്ട് വേണം ആ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക എന്നുള്ളത് ഫില്ല് ചെയ്യുക കേട്ടോ. ഐ കൗണ്ട് ദ ലീവ്സ്. അപ്പോൾ എന്താ നമ്മൾ ചോദിക്കുക, എന്താ നീ കൗണ്ട് ചെയ്യണത്? വാട്ട് ആർ യു കൗണ്ടിങ്? ഓക്കെ, ഐ കൗണ്ട് ദ ലീവ്സ് ബിക്കോസ് വെൻ ദ ലാസ്റ്റ് വൺ ഫാൾസ് ഐ മസ്റ്റ് ഗോ ടു. ഞാൻ കൗണ്ട് ചെയ്യുന്ന ലീവ്സിനെയാണ്. ലാസ്റ്റ് വൺ വീഴുമ്പോൾ ഞാനും പോവും. സിയു പറയാണ്, ദറ്റ് ഈസ് പ്യുവർ ഫൂളിഷ്നെസ്. യു ഹാഡ് ബെറ്റർ ഡാഷ്. എന്താ, യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് റെസ്റ്റ്. അപ്പോൾ ഉത്തരം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു മുകളിലത്തെ ലൈൻ എഴുതുക. ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് റെസ്റ്റ്. അപ്പോൾ എന്താ പറയുക, യു ഹാഡ് ബെറ്റർ ടേക്ക് റെസ്റ്റ്. അപ്പോൾ ഉത്തരം പറയാണ് ജോൺസി, ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് റെസ്റ്റ്. ഡിഡ്ന്റ് ദ ഡോക്ടർ ടെൽ യു? നിന്നോട് ഡോക്ടർ പറഞ്ഞോ? അപ്പോൾ അടുത്തതിൽ നോക്കുക, നോ ഡാഷ്. അത് ഫില്ല് ചെയ്യണേക്കാൾ മുമ്പ് താഴത്തെ ലൈൻ നോക്കുക. ദർ ഗോസ് അനദർ ദാറ്റ് ലീവ്സ് ജസ്റ്റ് ഫോർ. ദ ഡോക്ടർ ഡിഡ്ന്റ് ടെൽ എനി സച്ച് തിങ്. അപ്പോൾ ഡോക്ടർ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ജോൺസി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ, അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ നോക്കേണ്ട ആവശ്യമില്ല. ജോൺസി പറയുന്നത് ദാ അടുത്തതും പോയി. ഇഫ് യു ഹാവ് പ്രോപ്പർ ഫുഡ് ആൻഡ് മെഡിസിൻ ഡാഷ്, അതിൻ്റെ താഴെ നോക്കുക. അപ്പോൾ ഐ എം നോട്ട് ഗോയിങ് ടു റീഗെയിൻ മൈ ഹെൽത്ത് എനിമോർ. അപ്പോൾ മുകളിൽ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, നിനക്ക് നല്ല ഫുഡും മെഡിസിനൊക്കെ കിട്ടിയാൽ തന്നെ യു ക്യാൻ റീഗെയിൻ യുവർ ഹെൽത്ത്. നിനക്ക് നിൻ്റെ ഹെൽത്ത് വീണ്ടെടുക്കാൻ പറ്റും.
അപ്പോൾ ജോൺസി കൊടുക്കുന്ന മറുപടിയാണ് ഐ എം നോട്ട് ഗോയിങ് ടു റീഗെയിൻ മൈ ഹെൽത്ത് എനിമോർ, എനിക്കിനി എൻ്റെ ഹെൽത്ത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ലൈൻ നോക്കി വെറുതെ ഫില്ല് ചെയ്ത് വെക്കല്ല, രണ്ടാമത്തെ ലൈനും കൂടി വായിച്ച് അതിലെന്താണ് പറയുന്നത് അതിനനുസരിച്ച് മുകളിൽ ഫില്ല് ചെയ്യുക. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. താങ്ക് യു.